പാർത്ഥസാരഥിരൂപേണ ശ്രാവയിത്വാ ശുഭാം ഗിരം പാർത്ഥസ്യാർത്തിഹരോ ദേവഃ കൃപാമൂർത്തിഃ സ പാതു നഃ. ഹരി ഓം. ആദ്യത്തെ ശ്ലോകം ഭഗവാൻ ഈ വിഭൂതി യോഗത്തിനൊരു ആമുഖം പോലെ പറഞ്ഞു. എന്റെ ഈ പരമമായ വചസ്സിനെ കേൾക്കുക, ശ്രവിക്കുക. പ്രിയമാണായ തേ വക്ഷ്യാമി. ശ്രവണോത്സുകനായിട്ട് ഭക്തനായിട്ടിരിക്കുന്ന അർജുനന് പരമഹിതം വരണം, പരമമായ മംഗളം വരണമെന്ന് കാംക്ഷിച്ചുകൊണ്ട് ഞാൻ ഈ വാക്കുകളെ പറയുന്നു എന്ന് ഭഗവാൻ പറഞ്ഞു. ഹിതകാമ്യയ. ഒരു ജീവന് ഹിതം വരണമെങ്കിൽ ബാഹ്യമായിട്ടിരിക്കുന്ന ഈ മനസ്സ് അന്തർമുഖമായി സ്വരൂപ സാക്ഷാത്കാരം ഉണ്ടാവണം. ഭഗവാൻ രമണ മഹർഷിയുടെ അടുത്ത് ഒരു ഭക്തൻ ചോദിച്ചു, ഒരാൾക്ക് പ്രാപിക്കാവുന്ന ഏറ്റവും വലിയ ശ്രേഷ്ഠമായ അറ്റൈൻമെന്റ് എന്താണ്, അഥവാ ലോകത്തിന് നമുക്ക് എങ്ങനെ ഉപകാരം ചെയ്യാൻ കഴിയും? അതിന് ഭഗവാൻ കൊടുത്ത ഉത്തരം, നീ തന്നെ അറിഞ്ഞാൽ ലോകത്തിന് മുഴുവൻ ഉപകാരമായി. ആത്മസാക്ഷാത്കാരത്തിന് മേലെ ഒരു ഉപകാരമൊന്നും ചെയ്യാനില്ല. എല്ലാ കുഴപ്പങ്ങളും തന്നെ അറിയാത്തതിന്റെ കുഴപ്പമാണ്. തന്റെ യഥാർത്ഥ സ്വരൂപം എന്താണെന്ന് അറിയാമെങ്കിൽ എന്താപ്പോ അതിന്റെ വിശേഷം എന്ന് വെച്ചാൽ, അപ്പൊ നമുക്ക് നമ്മുടെ ശരീരമോ മനസ്സോ ഒന്നും അല്ല, പൂർണ്ണ വസ്തുവാണെന്നുള്ള ബോധം ഉണ്ടാവുന്നു. അവിടെ ഒരു കുഴപ്പമില്ല. എന്നുവെച്ചാൽ ഇവിടെ തേച്ച് കുളിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. വൃത്തിയായിട്ടാണ് ഇരിക്കുന്നത്, പൂർണ്ണമായിട്ടാണ് ഇരിക്കുന്നത്, ശുദ്ധമായിട്ടാണ് ഇരിക്കുന്നത്. നമ്മുടെ പൂർണ്ണത്വത്തിനെ റെക്കഗ്നൈസ് ചെയ്യാൻ പ്രത്യഭിജ്ഞ നല്ലവണ്ണം ഈ വിദ്യ ലോകത്തിലില്ല. അതുകൊണ്ടാണ് ഭഗവാൻ അടുത്ത ശ്ലോകത്തിൽ എന്നെ ദേവന്മാരും മഹർഷിമാരും പോലും അറിയണില്ല എന്ന് പറഞ്ഞത്. പറയാൻ കാരണം, ദേവന്മാരിലും ചിലർ അറിയുന്നുണ്ട്, മഹർഷിമാരിലും ചിലർ അറിയുന്നുണ്ട്. സൂത്രഭാഷ്യത്തിൽ ഇതിനൊക്കെ വിസ്തരിച്ചിട്ടുള്ള ചിന്തകളുണ്ട്. ജ്ഞാനം മനുഷ്യയോനിയിൽ മാത്രമാണോ സാധ്യം? അല്ല, മനുഷ്യയോനി തൊട്ട് മേലെയുള്ള യോനികൾക്കൊക്കെ സാധ്യമാണ്. മനുഷ്യയോനി അല്ലാതെ മൃഗയോനികൾ ഇതിലുമൊക്കെ തന്നെ ചിലപ്പോൾ കൃപാലാഭം കൊണ്ട് ഏതോ കാരണവശാൽ ഉണ്ടായേക്കാം. ചിലപ്പോൾ വൃക്ഷങ്ങളിൽ പോലും ഉണ്ടായേക്കാം. അത് പക്ഷേ എക്സെപ്ഷൻസ് ആണ്. മനുഷ്യയോനി തൊട്ട് മുകളിലുള്ള യോനികളിലൊക്കെ ഇത് സാധ്യമാണെന്നാണ്. അതിന് ദൃഷ്ടാന്താണ് ഉപനിഷത്തില് പ്രജാപതിയുടെ അടുത്ത് പോയി ഇന്ദ്രൻ, വിരോചനൻ, അസുരനും ദേവനും ബ്രഹ്മവിദ്യ അന്വേഷിച്ചു പോകുന്നുണ്ട്. ഉപനിഷത്തിൽ അതുകൊണ്ട് തന്നെയാണ് ഋഷി ശൃണ്വന്തു വിശ്വേ അമൃതസ്യ പുത്രാഹ എന്ന് പറഞ്ഞു. എല്ലാവരും, വിശ്വത്തിലുള്ള എല്ലാവരും കേൾക്കട്ടെ എന്ന്. അപ്പൊ എല്ലാവർക്കും അധികാരമുണ്ട്, എല്ലാവർക്കും സാധ്യമാണെന്ന് അർത്ഥം. ആയേധാമാനി ദിവ്യാനി തസ്തുഹു വേദാഹം ഏതം പുരുഷം മഹാന്തം ആദിത്യവർണം തമസഃ പരസ്താത്. അപ്പൊ ദേവയോനികളിലും സാധ്യമാണ്, ഋഷിയോനികളിലും സാധ്യമാണ്. പക്ഷെ ദേവന്മാരായതുകൊണ്ട് സാധിച്ചു കൂടണമെന്നില്ല. എല്ലാത്തിനും ഒരു പ്രത്യേകത ഉണ്ടല്ലോ. ഇപ്പൊ ദേവന്മാരെന്ന് വെച്ചാൽ വലിയ ആളുകളാണ്, മനുഷ്യരെക്കാളും ഉയർന്നവരാണ്. ഋഷികൾ എന്ന് വെച്ചാൽ മനുഷ്യരിൽ ഏറ്റവും ഉയർന്നവരാണ്. മനുഷ്യരിലെ ഋഷികൾ ശേനോ ഗൃധ്രാണാഗസ്വതിർവനാനാഗസ്സോമ പവിത്രമത്തേതിരേബൻ. ഈ ശേനൻ ഗൃധ്രങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠാണ്. അതുപോലെ മനുഷ്യരിൽ ഋഷിയാണ് എന്നാണ് ഉപനിഷത്ത് പറയുന്നത്. അപ്പൊ ഈ ഋഷിത്വം
ക്രാന്തദർശികളൊക്കെ ഋഷികളാണ്. പ്രകൃതിയുടെ പല ധർമ്മങ്ങൾ, ഇപ്പൊ സയന്റിസ്റ്റിനൊക്കെ ചില ശാസ്ത്രജ്ഞന്മാരൊക്കെ തന്നെ ഋഷികളാണ്. പ്രത്യേകിച്ച് ഇപ്പൊ ഈ കാലത്തെ ശാസ്ത്രജ്ഞന്മാരെ വിട്ടു. അതിന്റെ ആരംഭത്തിലുള്ള പലരെയും നോക്കിയാൽ അവരൊന്നും സ്കൂൾ കണ്ടിട്ടില്ല, പഠിച്ചിട്ട് പോലുമില്ല. അവരെന്തോ ചില പ്രകൃതി നിയമങ്ങളൊക്കെ കണ്ടു. തപസ് തന്നെയായിരുന്നു ജീവിതം അതിനു വേണ്ടിയിട്ട്. പക്ഷേ എല്ലാ ഋഷികളും ജ്ഞാനികളാണെന്ന് പറയണില്ല. ഋഷികളിൽ ജ്ഞാനികളുണ്ട്. ഋഷി ദർശനം ചെയ്യുന്നു. ചില ഗൂഢരഹസ്യങ്ങളൊക്കെ ദർശനം ചെയ്യുന്നവരൊക്കെ ഋഷികളാണ്. ആ ഋഷികളിലും അതുകൊണ്ടാണ് സൂത്രകാരന്മാർ ചിലതൊക്കെ പറയണത്. അതായത് ഒരാള് ബ്രാഹ്മണ കുലത്തിൽ ജനിച്ചാൽ അയാളെ വിപ്രൻ എന്ന് പറയുന്നു. വേദാധ്യയനം ചെയ്താൽ വൈദികൻ എന്ന് പറയുന്നു. യാഗയജ്ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ അറിഞ്ഞ് ചെയ്താൽ ശ്രൗതി എന്നും യാജ്ഞികൻ എന്നും പറയുന്നു. വേദമന്ത്രങ്ങളെ മനനം ചെയ്താൽ മുനി എന്ന് പറയുന്നു. മന്ത്രത്തിനെ ദർശനം ചെയ്താൽ ഋഷി എന്ന് പറയുന്നു. എല്ലാറ്റിനും മേലെ മന്ത്രാർത്ഥത്തിനെ സാക്ഷാത്കാരം ചെയ്ത് സ്വയം ബ്രഹ്മജ്ഞാനം നേടിയാൽ ഏഷ ബ്രാഹ്മണ. അപ്പോഴാണത്ര ബ്രാഹ്മണൻ എന്ന് പറയുന്നത്. അപ്പൊ ബ്രാഹ്മണ കുലത്തിൽ ജനിച്ചവനെയൊക്കെ ബ്രാഹ്മണൻ എന്ന് പറയുന്നുണ്ടല്ലോ എന്ന് ചോദിച്ചാൽ ഗൗണം തത്ര താവത് ബ്രാഹ്മണ്യം എന്നാണ് ശങ്കരാചാര്യസ്വാമി. അതുവരെയ്ക്കും ഇയാള് ഗൗണബ്രാഹ്മണനാണെന്ന് എന്നുവെച്ചാൽ ബ്രാഹ്മണ്യത്തിന് ഈശ്വരൻ സെലക്ട് ചെയ്തിരിക്കുന്നു. സ്കൂളിൽ ചേരുമ്പോ തന്നെ പാസ്സായി കണക്കാക്കണ പോലെയാണ്. അതുപോലെ ഋഷിപുത്രന്മാരൊക്കെ ഋഷികളാണ് അല്ലേ? അപ്പൊ നമേ വിദുഹു സുരഗണാഹ പ്രഭവം ന മഹർഷയ. ദേവന്മാരോ മഹർഷികളോ ഒന്നും എന്നെ തന്നെ പൂർണ്ണമായി അറിയുന്നു എന്ന് പറയാൻ വയ്യ. ഭഗവാനെ അറിയാൻ എന്താ വഴി? ഭഗവാൻ തന്നെ കാണിച്ചു കൊടുക്കണം. യമേ വൈഷ വൃണുതേ തേന ലഭ്യ തസ്സൈഷ ആത്മാ വിവൃണുതേ തനും സ്വാം. അറിയണമെന്ന് ആശിക്കുന്നവന് ആത്മാവ് തന്നെ ഉള്ളിൽ നിന്നും ആവരണം നീക്കി സ്വരൂപപ്രകാശം കൊടുക്കും, സ്വരൂപത്തിനെ പ്രകാശിപ്പിക്കും. അങ്ങനെയാണ് പല മഹാവൈഭവമുള്ള ഋഷികൾക്കൊക്കെ തന്നെ ഈ സ്വാനുഭൂതി സിദ്ധിച്ചിരിക്കുന്നത്. അല്ലാതെ അവരുടെ സാമർഥ്യം കൊണ്ടോ ഒന്നുമല്ല. ആചാര്യസ്വാമികൾ ഭാഷ്യത്തില് ഒരുപാട് പ്രാവശ്യം ഉദ്ധരിക്കുന്ന ഒരു ഉദാഹരണമാണ് ഗർഭത്തിലിരിക്കുമ്പോൾ തന്നെ ഞാൻ ബ്രഹ്മമാണ് എന്ന് ഘോഷിച്ച വാമദേവൻ. അഹം മനുരഭവം സൂര്യശ്ച. ഞാനാണ് മനു, ഞാനാണ് സൂര്യൻ, ഞാനാണ് എല്ലാം എന്ന് ഗർഭത്തിലിരിക്കുമ്പോൾ പറഞ്ഞു അത്രേ വാമദേവൻ. ഈ വാമദേവൻ ആരെടുത്ത് പോയി അഭ്യസിച്ചു എന്തെന്ന് ചോദിച്ചാൽ ഉത്തരമില്ല. അപ്പൊ ഈശ്വരൻ തന്നെ അവർക്ക് പ്രകാശിപ്പിച്ചു കൊടുക്കുന്നതാണ് ഈ ജ്ഞാനം. അത് പൂർണ്ണമാണ്. പല മഹാപുരുഷന്മാരും ഈ കഴിഞ്ഞ കാലത്ത് നോക്കൂ, രാമകൃഷ്ണ പരമഹംസരാവട്ടെ, ഭഗവാൻ രമണ മഹർഷിയാവട്ടെ, ഈ പൂർണ്ണ മഹാവൈഭവമായിട്ടുള്ളവരൊന്നും അത്ര കണ്ട് പരിശ്രമിച്ച് പഠിച്ച് ടെക്നിക്ക് മെത്തേഡ് കൊണ്ട് വന്നവരൊന്നുമല്ല അല്ലേ? മഹർഷി തന്നെ പറയുന്നുണ്ട്, തൻ പദം എനക്ക് തന്തനൻ. അരുണാചലേശ്വരൻ തന്റെ ആ സ്ഥിതിയെ എനിക്ക് പ്രകാശിപ്പിച്ചു തന്നു. തൻ പദം എനക്ക് തന്തനൻ. ഞാൻ നേടിയെന്നല്ല, പ്രകാശിപ്പിച്ചു എന്നാണ്. പൂർണ്ണമായും ആ സത്യത്തിനെ പ്രകാശിപ്പിച്ച് തൻ പദത്തിൽ ഇരുത്തിനാൻ. തന്റെ സ്ഥിതിയിൽ എന്നെ പിടിച്ച് ഇരുത്തി. അപ്പൊ ഈശ്വരനായി ആ ആവരണം നീക്കി പ്രകാശിപ്പിച്ചു കൊടുക്കണമെന്നാണ്. അങ്ങനെ പ്രകാശിപ്പിക്കുമ്പോഴാണ് അവര് ഭഗവാനെ ഭഗവാനായിട്ടിരുന്നു കൊണ്ട് തന്നെ അറിയുകയാണ്. ദേവോ ഭൂത്വാ ദേവം ജാനാതി. അല്ലാതെ ദേവനെ വിട്ടുനിന്നല്ല അറിയണത്. വിട്ടുനിന്ന് അറിയണത് നമ്മളിപ്പോ പുസ്തകത്തിൽ നിന്ന് അറിയണ പോലെ. അപ്പോ ഭഗവാനെ എങ്ങനെ അറിയണു? അജം അനാദിം ലോകമഹേശ്വരം വേത്തി. ജനനമോ മരണമോ ഇല്ലാത്തതും
എന്നുവെച്ചാൽ നിത്യവസ്തുവായിട്ടും ലോകമഹേശ്വരം വേത്തി. നോക്കൂ, ഈ ശരീരത്തിന്റെ ഉള്ളിലുള്ള ജീവാത്മാവായിട്ടല്ല, അഖണ്ഡ പൂർണ്ണവസ്തുവായിട്ട് ഊനുക്കുൾ ഈശൻ ഒളിന്തിരുന്നാനേ. ഈ ദേവനും ഋഷിയും ഒക്കെ വ്യക്തിത്വമാണല്ലോ, ജീവനും ഒക്കെ. ആ ജീവൻ എന്ന് പറയുന്നത് നമുക്ക് അറിയണത് എങ്ങനെയാ? ഞാൻ എന്നുള്ള രൂപത്തില് അല്ലേ? ഈ വൃത്തി എവിടെയോ ഉദിക്കണു. ആ വൃത്തിയുടെ സ്വരൂപം എന്താ? പേഴ്സണാലിറ്റിയാണ്, സെൽഫ് ഇമേജാണ്. ഞാൻ ആണാണ്, പെണ്ണാണ്, ബ്രാഹ്മണനാണ്, ക്ഷത്രിയനാണ്, വൈശ്യനാണ്. ഞാൻ അച്ഛനാണ്, അമ്മയാണ്, മകനാണ്, മകൾ. ഇതൊക്കെ ചേർന്നിട്ടാണ് അധ്യാസം എന്ന് വേദാന്തം പറഞ്ഞത് ശാസ്ത്രീയമായിട്ട്. ചുരുക്കത്തിൽ പറഞ്ഞാൽ പലതരത്തിലുള്ള നാടകം, ശൈലൂഷവത് ആചാര്യസ്വാമികൾ ഉപയോഗിക്കുന്ന വാക്ക് വേഷം കെട്ടിക്കൊണ്ടേ വരാന്നാണ്. പലതരം വേഷം. നമ്മളെ ധ്യാനിക്കാനിരുന്നാൽ, നിശ്ചലമായിട്ട് ഇരുന്നാൽ കാണാം ഈ ഉള്ളിലുള്ള ഇമേജ് എത്ര വേഷം ഇടണമെന്ന്. അനുസ്യൂതം സൃഷ്ടി നടന്നുകൊണ്ടേയിരിക്കുകയാണ് അവിടെ അല്ലേ? നമ്മൾ വിചാരിക്കണം ഈ മരിച്ചു കഴിഞ്ഞിട്ടാണ് ഒരു പുനർജന്മം. ഒന്ന് അരമണിക്കൂർ ഇരുന്നാൽ കാണാം 1000 പ്രാവശ്യം ജനിക്കണത്. ആരൊക്കെയോ ആയിട്ട് ജനിച്ച് മറിഞ്ഞുകൊണ്ടേയിരിക്കും ഉള്ളിൽ. എന്തൊക്കെയോ ആയിട്ട് മാറണു. സ്വപ്നത്തില് കുറച്ചുകൂടെ നല്ലവണ്ണം ആലോചിച്ചാൽ പിടി കിട്ടും. ധ്യാനിക്കാനിരുന്നാൽ, നിശ്ചലമായിട്ടിരുന്നാൽ കാണാം ഈ ഉള്ളിലുള്ള ആള് എത്ര വേഷങ്ങൾ എടുത്ത് എത്ര അവതാരമാ ഉള്ളെന്ന് വരുന്നത്. ഇതിനൊക്കെ ആദി എന്താ? അജം അനാദിം ച. അജവും അനാദിയുമായ ഒരു സോഴ്സ്, ആ ഹൃദയസ്ഥാനം. നമ്മൾ ഹൃദയം എന്ന് പറയണു. ആ ഹൃദയസ്ഥാനത്തിൽ നിന്നും, അജവും അനാദിയുമായ ആ ഹൃദയസ്ഥാനത്തിൽ നിന്നും എത്രയോ ജം ഉണ്ടാവുകയാണ്, ജനനം ഉണ്ടാവുകയാണ്. ജായത്തെ അസ്തി വർദ്ധത്തെ വിപരിണമത്തെ ജന്മാദ്യസ്യത. അതുകൊണ്ടാണ് ആ ഒരു സൂത്രത്തില് ഈ രഹസ്യം മുഴുവനുണ്ട്. ഒക്കെ അവിടുന്ന് ഉദിക്കണു, അവിടെ നിൽക്കണു, അവിടെ ലയിക്കണു, ഉദിക്കണു, നിൽക്കണു, ലയിക്കണു, ഉദിക്കണു, നിൽക്കണു, ലയിക്കണു. അതിന്റെ സോഴ്സിലേക്ക് പോവാൻ ഇപ്പൊ ഒരു മന്ത്രജപം ചെയ്താൽ അവിടെ പോകും. മന്ത്രം നമ്മൾ കോൺഷ്യസ് ആയിട്ട് ഉള്ളിൽ വിടുകയാണ്. ഒരു ഭഗവൻ നാമത്തിനെ ജപം ചെയ്തുകൊണ്ടേയിരുന്നാൽ ക്രമേണ മറ്റ് ചിത്തവൃത്തികള്, മറ്റ് ഭാവനകള് ഒക്കെ പോയിട്ട് അതുമാത്രമായിട്ട് നിൽക്കുമ്പോൾ എന്താന്ന് വെച്ചാൽ ഒരു വൃത്തിയെ, ഒരു ഭാവത്തിനെ പിടിച്ചുകൊണ്ട് ഭാവനാതീതമായ സ്ഥിതിയിലേക്ക് പോവാൻ സാധിക്കും. അതുകൊണ്ടാണ് ഈ നാമജപത്തിന്, മന്ത്രജപത്തിന് ഇത്ര പ്രാധാന്യം കൊടുത്തത്. ഒരു ഭാവത്തിനെ മാത്രം നിലനിർത്തി കഴിയണത് നമ്മുടെ പേഴ്സണാലിറ്റിയുടെ ബലം കുറച്ച് അറ്റ്ലീസ്റ്റ് 1 പേഴ്സണാലിറ്റി ആയിട്ട് ഇരിക്കാൻ കഴിയുമെങ്കിൽ വളരെ വലിയ കാര്യമാണ്. അതുകൊണ്ടാണ് സത്യനിഷ്ഠ, ധർമ്മം, ആർജവം, രാഗദ്വേഷമില്ലാതിരിക്കുക ഒക്കെ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ അപ്പോഴേ ഈ ഉള്ളിലുള്ളത് ഒന്ന് ഉരുപ്പെടുള്ളൂ. ആദ്യം ഈ ഈഗോവിനെ ഒന്ന് ശരിയാക്കണം. ഈ അഹങ്കാരത്തിനെ ഒന്ന് വൺ സൈഡാക്കി തീർക്കണം. പല വേഷങ്ങൾ ഇടുന്നത് മാറ്റി അതിനൊരു നിരൂപിക്കാവുന്ന ഒരു കഴിയുന്നത്രയും ഒരു മുഖം കൊണ്ടുവന്നാൽ അതിന് ഹൃദയസ്ഥാനത്തേക്ക് പോവാനും അതിനെ കണ്ടറിയാനും അതിനെ മൂലാന്വേഷണം ചെയ്യാനും എളുപ്പമാണ്. അപ്പോ എല്ലാ വൃത്തികളും, എല്ലാ ഭാവങ്ങളും സർവേ ഭാവാഹാം തത്രൈവ ജായന്തെ തത്രൈവ ഗച്ഛന്തി ലയം യാന്തി. എല്ലാ ഭാവങ്ങളും അവിടുന്ന് ഉദിക്കുന്നു, അവിടെ നിൽക്കുന്നു, അവിടെ ലയിക്കുന്നു. പക്ഷെ നമുക്കൊരു ഭാവബലം വേണം. ഭാവബലം കൊണ്ട് ഭാവനാതീത സദ്ഭാവത്തിൽ ഇരിക്കൽ. ഒരു ഭാവബലമാണ് ഒരു ഭഗവൻ നാമത്തിനെ ജപിക്കണത്തോ ഒരു രൂപത്തിനെ ധ്യാനിക്കണത്തോ. അതിനാണ് നമ്മളിപ്പോ വിഭൂതി എന്ന് പറഞ്ഞ് ഉപാസനാലംബത്തിനെ അന്വേഷിക്കുന്നത്. ഉപാസനയ്ക്ക് ഒരു ആലംബത്തിനെ അന്വേഷിക്കുന്നത് ഏതോ ഒന്നിനെ പിടിക്കാം.
ആ പിടികിട്ടാത്തപ്പോഴാണ് ഈ വിരഹ ദുഃഖം. ഭഗവാൻ രമണ ഭഗവാൻ പോലും ആ മരണാനുഭവം ഉണ്ടായ ശേഷം ഞാൻ ശരീരമല്ല, ഞാൻ ആരാണ് അന്വേഷിച്ചു. അതൊക്കെ കഴിഞ്ഞ ശേഷം മീനാക്ഷി കോവിലിൽ പോകുമ്പോൾ ആ സന്നിധിയിൽ ഇങ്ങനെ കണ്ണിന്ന് കണ്ണീര് വന്നുകൊണ്ടേയിരിക്കും. അപ്പൊ ഭഗവാൻ പിന്നാലെ പറയണ്ട്, എവിടുന്നാ ഈ കണ്ണീര് വരണമെന്ന് ചോദിച്ചാൽ എനിക്കൊന്നും അറിയില്ല. അതിനൊരു കാരണം പറയണത്, ഈ ജീവൻ ലോകത്തിന്റെയും ശരീരത്തിന്റെയും ഒക്കെ പിടിവിട്ടു. അതിന് ഇനിയിപ്പോ ഒരു നിത്യമായ ആലംബം, ആശ്രയം വേണം. ആ ആലംബത്തിനായിട്ട് ആ നടുവിലുള്ള സമയത്താണ് അതിങ്ങനെ കണ്ണീരായിട്ട് പെരുകി വന്നുകൊണ്ടിരിക്കുന്നത്. ആ സ്റ്റേജിലുള്ളതാണ് ഭഗവാന്റെ അക്ഷരമണമാല, സ്തുതി പഞ്ചകത്തിലൊക്കെ എല്ലാ പാട്ടുകളും. അപ്പൊ ആലംബം, ആങ്കറേജ്, ആ ആലംബത്തിനാണ് ഭഗവൻ നാമം, ഭഗവാന്റെ രൂപം, അല്ലെങ്കിൽ നിത്യവസ്തുവിനെ ഏതെങ്കിലും രൂപത്തിൽ, ഭാവത്തിൽ. ഇപ്പൊ ഗുരുവിനെ, ചിലർക്ക് ഗുരുവിനെ ചോദിക്കുന്നു, പക്ഷെ ഗുരുവിനെ ഒരു വ്യക്തിയായിട്ട് കരുതി അവിടെയും പെട്ടുപോകും. ആചാര്യസ്വാമി ഗോവിന്ദ ഭഗവത് പാദരെ സ്തുതിക്കുമ്പോൾ സർവവേദാന്ത സിദ്ധാന്ത ഗോചരം എന്നാണ് സ്തുതിച്ചത്. ഗുരുവിനെ ബ്രഹ്മമായിട്ട്, പരമാത്മസ്വരൂപമായിട്ട് കണ്ടാൽ അത് ജ്ഞാനികൾക്ക് സാധ്യമുള്ള വഴിയാണ്. പക്ഷെ അവരെ നമുക്ക് കാണിച്ചു തരണം, അല്ലേ? ഇപ്പൊ ജ്ഞാനേശ്വരൻ, അദ്ദേഹത്തിന്റെ അമൃതാനുഭവം എന്നൊരു പുസ്തകമുണ്ട്. ഈ ജ്ഞാനേശ്വരൻ ചെറിയ കുട്ടിയാണല്ലോ. അദ്ദേഹത്തിന്റെ ഗുരു ഏട്ടനാണ്, നിവൃത്തിനാഥ്. 1 വയസ്സോ 1.5 വയസ്സോ വ്യത്യാസമേ ഉള്ളൂ. നിവൃത്തിനാഥിന് ഗഹനീനാഥ് ഉപദേശിച്ചു കൊടുത്തു, അദ്ദേഹം ജ്ഞാനേശ്വരന് ഉപദേശിച്ചു കൊടുത്തു. ഏട്ടൻ അനിയന്മാർക്ക് എത്ര തന്നെ റെസ്പെക്ട് ഉണ്ടാവും, ഒന്ന് ആലോചിച്ച് നോക്കൂ. ഏട്ടൻ അനിയന്മാര് അതും 1.5 വയസ്സാവുമ്പോ അങ്ങോട്ട് ഇങ്ങോട്ട് തല്ലുവടിയും കൂടുന്ന സഹോദരന്മാരാണ്. ജ്ഞാനേശ്വരൻ അമൃതാനുഭവത്തില് 5 ശ്ലോകം, സംസ്കൃത ശ്ലോകമുണ്ട്. അതിൽ ആദ്യത്തെ ശ്ലോകത്തില് സെക്കൻഡ് ലൈൻ, വന്ദേ നിവൃത്തിനാഥാക്യം ഏകം തം നിവൃത്തിനാഥാക്യം ഏകം ദൈവതം ആശ്രയേ എന്നാണ്. നിവൃത്തിനാഥൻ എന്ന പേരോടുകൂടിയിട്ടുള്ള ആ പരബ്രഹ്മത്തിനെ ഞാൻ ആശ്രയിച്ചുകൊണ്ട് ഇത് എഴുതുന്നു. നിവൃത്തിനാഥൻ എന്ന പേരോടുകൂടിയിട്ടുള്ള ആ പരമാത്മാവിനെ ഞാൻ ആശ്രയിച്ചുകൊണ്ട് ഇത് പറഞ്ഞു. നോക്കൂ, ഏട്ടനാണ്, 1.5 വയസ്സ് വലിപ്പമേ ഉള്ളൂ, ആ ബ്രഹ്മോപദേശം ചെയ്തു. അപ്പൊ ഗുരു ശിഷ്യന് ജ്ഞാനുണ്ടായി. സാധാരണ പറയണത് ജ്ഞാനത്തിന്റെ ലക്ഷണം എന്താന്ന് വെച്ചാൽ, ജ്ഞാനിക്ക് ലക്ഷണം എന്താന്ന് വെച്ചാൽ അജ്ഞാനിയെ കാണില്ല എന്നാണ്. അല്ലാതെ ഞാൻ ജ്ഞാനം നേടി ബാക്കിയുള്ളവർക്ക് അജ്ഞാനം തോന്നിയാൽ അയാൾ ഏറ്റവും വലിയ അജ്ഞാനിയായി പോകും. ജ്ഞാനിയുടെ ലക്ഷണം അജ്ഞാനിയെ അയാൾക്ക് കാണാനൊക്കില്ല. ആത്മാനുഭവം നേടിയവന്റെ ലക്ഷണം എല്ലായിടത്തും ആത്മാവാണ്. പിന്നെ അജ്ഞാനമേ കാണാനൊക്കില്ല, കുറവേ കാണാനൊക്കില്ല. സർവത്ര ആത്മൈവ ഇതം സർവം. അപ്പോ ആ പൂർണ്ണദർശനം ഗുരു ശിഷ്യനെ നോക്കുമ്പോ ശിഷ്യനും ആ അനുഭവം ഉണ്ടാവണം. ശിഷ്യൻ ഗുരുവിനെ പിന്നെ നോക്കുമ്പോ ഒരു പേഴ്സണായിട്ട് കാണുന്നുണ്ടെങ്കിൽ ശിഷ്യനിൽ അജ്ഞാനം ഇനിയുണ്ട്. ഒരു പ്രത്യേക വിദ്യയാണ്. വേദാന്തം ഒന്നും കഷ്ടമല്ല. പക്ഷെ നമ്മള് കെമിസ്ട്രി പഠിക്കണ പോലെ, ഫിസിക്സ് പഠിക്കണ പോലെ, കമ്പ്യൂട്ടർ പഠിക്കണ പോലെ, അല്ലെങ്കിൽ ഒരു ഭാഷ പഠിക്കണ പോലെ ആ സമ്പ്രദായം വെച്ചുകൊണ്ട്, ആ മെത്തേഡ് വെച്ചുകൊണ്ട് ഇത് പഠിക്കാൻ വരുമ്പോ പിടികിട്ടില്ല. ബാക്കി എല്ലാ വിദ്യകളും പ്രമാണ പ്രമേയ പ്രമാതൃ ഭേദത്തോടുകൂടിയുള്ള വിദ്യകളാണ്. എന്നുവെച്ചാൽ അറിയുന്നവൻ, അറിയപ്പെടുന്ന വസ്തു, അറിവ് എന്നുള്ള ഭേദത്തോടുകൂടിയുള്ളതാണ്. ഈ ഒരു വിദ്യയില് ആ ത്രിപുടി പ്രവർത്തിക്കില്ല എന്നുള്ളതാണ് ഇതിന്റെ ഒരു വിഷമം. അതുകൊണ്ടാണ് വേദാന്തം ഒന്നും മനസ്സിലാവണില്ല എന്ന് പറയണത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയണത്, നിങ്ങൾ മനസ്സിലാക്കാനൊന്നും ബുദ്ധിമുട്ടേണ്ട ആവശ്യമേ ഇല്ല. ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുമ്പോ ഒരു പ്രത്യേക സന്ദർഭത്തില് അതിന്റെ യുക്തി നിങ്ങൾക്ക് കിട്ടും, അതിന്റെ ലാളിത്യം, സരളത കിട്ടും. നമുക്ക് ബുദ്ധി കൊണ്ട് മനസ്സിലാവണമെന്നൊന്നുമില്ല, അതിങ്ങനെ ഉള്ളു പോയിക്കോടും. ഇപ്പൊ നാടി പിടിക്കുന്ന ജ്യോത്സ്യന്റെ അടുത്ത് പോയിട്ട് എനിക്ക് ഈ നാടി പിടിക്കണത് എങ്ങനെയാണെന്ന് പറഞ്ഞു തരൂ എന്ന് ചോദിച്ചാൽ അയാൾ പറയും, ഒരു 10 വർഷം എന്റെ കൂടെ ഇരിക്കുമെന്ന് പറയും. ഇങ്ങനെ പിടിച്ചാൽ എന്താ സൂക്കേടെന്ന് അറിയുന്നു പറഞ്ഞ് കാണിച്ചു തന്നോ മനസ്സിലാവുമോ? ഇല്ലേ? സാധാരണ ഫിസിക്കൽ നോളജ് പോലും യു ഹാവ് ടു ലിവ് ആൻഡ് സ്ലോലി അബ്സോർബ് ഇറ്റ്.
അല്ലെ നാഡി പിടിച്ച് നോക്കുന്ന കാര്യം എന്ന് പറഞ്ഞിട്ട് ഒരു പുസ്തകത്തിൽ വായിച്ചാൽ മനസ്സിലാവോ? ചെറിയ കാര്യം പോലും. അപ്പോ ഒറിജിനൽ സയൻസ് എല്ലാം ഏകദേശം അതുപോലെയാ. അത് ഇരുന്ന് തന്നെ പഠിക്കണം. പതുക്കെ പതുക്കെ ഊറി ഊറി തന്നെ വരണം. അപ്പോ ഇവിടെ ഭഗവാൻ പറഞ്ഞു, എന്നെ അജവും അനാദിയും എന്ന് വെച്ചാൽ ആത്മാവായിട്ട് ആരറിയുന്നുവോ. അപ്പൊ ഈ അഹങ്കാരത്തിന്റെ മൂലാന്വേഷണം ചെയ്തു നോക്കുമ്പോൾ ഈ അഹങ്കാരം എവിടെ ഉദിച്ച് അസ്തമിക്കുന്നു അവിടെ ഈശ്വരൻ ഉണ്ട്. നമ്മൾ ഈശ്വരൻ എന്ന് അന്വേഷിക്കണ പൊരുള് നമുക്ക് അന്തര്യാമിയായി ഊനുക്കുൾ ഈശൻ ഒളിന്തിരുന്നാനേ. ഭഗവത്ഗീതയില് ഭഗവാൻ പറഞ്ഞു, ഇതം ശരീരം കൗന്തേയ ക്ഷേത്രമിത്യവിധീയത്തെ. 13ാമത്തെ അധ്യായം. ഈ ശരീരം ക്ഷേത്രമാണ്. എന്നിട്ട് ഇതിനകത്ത് ക്ഷേത്രജ്ഞം, ഇതിനകത്തൊരു ക്ഷേത്രജ്ഞനുണ്ട്, ക്ഷേത്രത്തിന്റെ ഉള്ളിലുള്ള കോൺഷ്യസ്നസ്. അപ്പൊ നമ്മൾ ജീവൻ എന്ന് കരുതും. അടുത്ത ശ്ലോകത്തിൽ ഭഗവാൻ പറഞ്ഞു, ക്ഷേത്രജ്ഞം ചാപി മാം വിദ്ധി സർവക്ഷേത്രേഷു ഭാരത. അദ്വൈതത്തിന് വളരെ ആലംബമായിട്ടുള്ള ശ്ലോകമാണ്. അപ്പൊ ഭഗവാൻ പറഞ്ഞു, എല്ലാ ക്ഷേത്രങ്ങളിലും ക്ഷേത്രജ്ഞനായിട്ട് ജീവനായിട്ട് തോന്നുന്നതുണ്ടല്ലോ അർജുന, അത് ഞാനാണ്. ഞാൻ തന്നെയാണ് ക്ഷേത്രജ്ഞനായിട്ട് അതിനകത്ത് ഞാൻ 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 എന്ന് അനുഭവരൂപത്തില് ചൈതന്യമായിട്ട് ചിദ്വസ്തുവായിട്ട് തോന്നണത്. അപ്പൊ അങ്ങനെ അറിയുമ്പോൾ അജമായിട്ടും ലോകമഹേശ്വരനായിട്ടും ഭഗവാനെ ഹൃദയത്തിൽ അറിയുമ്പോ അവൻ എന്താവുന്നു? ഹി ബിക്കംസ് അസമ്മൂഢ. അപ്പൊ പിന്നെ ശങ്കരാചാര്യർ ചീത്ത വിളിക്കില്ല, മൂഢമതേന്ന് വിളിക്കില്ല. അതുവരയ്ക്കും പ്രിയമായിട്ട് വിളിക്കണ പേരാണ് മൂഢമതേ. എന്ത് ചെയ്യും? അപ്പോ അസമ്മൂഢസമർത്ഥ്യേഷു, മനുഷ്യരിൽ അവൻ, അതായത് മനുഷ്യരുടെ ഉള്ളിൽ അവൻ മാത്രം മൂഢനല്ലാതായിട്ട് തീർന്നു. ബാക്കി ഈ ഭഗവാനെ അറിയാത്ത വരയ്ക്കും രമണ ഭഗവാൻ പറയുന്നുണ്ട്, there are only two kind of ignorance, learned ignorance and illiterate ignorance. അത്രയേ ഉള്ളൂ. പഠിച്ച അജ്ഞാനം, പഠിക്കാത്ത അജ്ഞാനം, രണ്ടുപേർക്ക് അജ്ഞാനമുണ്ട്. അജ്ഞാനത്തിന് കേടുപാട് കൂടാതെയാണ് നമ്മളുടെ വിദ്യാഭ്യാസം മുഴുവൻ നടക്കുന്നത്. അജ്ഞാനത്തിന് യാതൊരു ഹാനിയും വരുത്താതെ വിദ്യാഭ്യാസത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുന്നു. അത് അങ്ങനെ ബേസിക് ഇഗ്നറൻസ് റിമെയിൻസ്. സ്വപ്നത്തില് മാളികകൾ കെട്ടണ പോലെയാണ്, അങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും. അപ്പൊ ഈ അജ്ഞാനത്തിന് എവിടെയാ ഒരു നിവൃത്തി വരണത്? അങ്ങനെ നിവൃത്തി വരണമെങ്കിൽ ഭഗവത് സാക്ഷാത്കാരം ഉണ്ടാവണം. യു ഹാവ് ടു സീ ദ ഡിവിനിറ്റി ഇൻ യു. then you will see it everywhere. ആ അനുഭൂതി ഹൃദയത്തിലുണ്ടാവണം. അങ്ങനെ അറിയുന്നവന്റെ മൗഢ്യം, ദുഃഖത്തിന് മൂലകാരണമായിട്ടുള്ള അനർത്ഥം പോയി പോകും. അസമ്മൂഢസമർത്ഥ്യേഷു, മാത്രമല്ല സർവപാപൈഹി പ്രമുച്യത്തെ, പാപമൊക്കെ പോയി പോകും. അഘമർഷണം എന്ന് വെച്ചാൽ പാപത്തിന് മുഴുവൻ ഇല്ലാതാക്കുക. എപ്പോഴാ പാപം മുഴുവൻ ഇല്ലാതാവുക? ഞാൻ തന്നെ ഇല്ലാതായാൽ പാപമില്ലാതായി. അഹമസ്മി അഹമേവാഹമസ്മി മാം ജുഹോമി സ്വാഹ. അതാണ് അഘമർഷണ മന്ത്രം. ഇതിന്റെ അവസാനം ഞാൻ എന്നെ തന്നെ ഹോമിക്കണു എന്ന് പറഞ്ഞുകൊണ്ടാണ് സ്നാനം ചെയ്യുക, അല്ലെങ്കിൽ യജ്ഞത്തില് ഹവിസ് കഴിക്കാം. എന്തിനാന്ന് വെച്ചാൽ അഘമർഷണം. ഈ കുളിക്കണതും ഹവിസ് കഴിക്കണതൊക്കെ ബാഹ്യമാണ്. ഇവിടെ അഹമസ്മി അഹമേവാഹമസ്മി ആർദ്രം ജ്വലതി ജ്യോതിരഹമസ്മി ജ്യോതിർജ്വലതി ബ്രഹ്മാഹമസ്മി അഹമസ്മി യോഹമസ്മി. ഞാനുണ്ട്. ഇതിലൊരു രസമായ ഒരു ഇൻസിഡന്റ് ഉണ്ട്. എന്താന്ന് വെച്ചാൽ,
ഈ കഥയെടുത്തിട്ടാണ് ഈ ക്രിസ്ത്യൻ ടെസ്റ്റമെന്റില് അവരൊരു കഥയാക്കി മാറ്റിയത്. നമ്മുടെ ആളുകൾക്ക് പോലും പലർക്കും ഇതില് വേദത്തിലുണ്ടെന്ന് തന്നെ അറിയില്ല. അതില് ഐ ആം ദാറ്റ് ഐ ആം എന്ന് പറഞ്ഞാൽ അഗ്നിയായിട്ട് വന്നു എന്നും മോസസിന് എന്താ അയാൾക്ക് മലയാളത്തിൽ പറയാ, പേര് മൂശയോ എന്താ പറയാ, എന്തോ അയാൾക്ക് ദർശനം കൊടുത്തു എന്നും അഗ്നി രൂപത്തിൽ വന്നു എന്നും ഒക്കെ പറഞ്ഞിട്ട് ഒരു കഥയാക്കി മാറ്റിയിട്ടുണ്ട്, പുരാണാക്കിയിട്ട് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് അയാൾക്കത് കിട്ടി. വേദത്തിലുള്ള മന്ത്രത്തിന്റെ ഒക്കെ പലതും വികലമായിട്ട് മാറിയില്ലേ. ഇപ്പൊ ഈ കിളികള് ഉപനിഷത്ത് പറഞ്ഞു, ദ്വാ സുപർണാസ യുജാസഖായ സമാനം വൃക്ഷം പരിഷസ്വജാതേ. ഒരേ വൃക്ഷത്തിന്റെ ശാഖയിൽ ഈ രണ്ട് കിളികളുടെ രൂപത്തിലിരുന്ന് പുളിക്കുന്ന പഴവും മധുരിക്കുന്ന ഈ പഴം കഴിച്ചു എന്ന് പറഞ്ഞ കഥയെ ആഡം ഈവിന്റെ കഥയായിട്ട് മാറി. അതിൽ രണ്ടുപേരും പഴം കഴിച്ചു, അബദ്ധമായിട്ട് മാറി. ഉപനിഷത്ത് പറഞ്ഞു ഒരാളെ കഴിച്ചുള്ളൂ അല്ലെ, മറ്റേ ആളെ സാക്ഷി മാത്രമായിട്ട് ഇരുന്നു എന്ന് പറഞ്ഞപ്പോൾ അതിന് താത്വികമായിട്ടൊരു വിലയുണ്ടായി. നോക്കൂ, അവരുടെ ഉള്ളിൽ ബേസിക്കായിട്ടൊരു കുഴപ്പം, ഈ ആണ് പെണ്ണ് എന്നുള്ളത് എവിടെയും വന്നു പോകും. ജൂയിഷ് റിലീജിയനിൽ പോലും അതില്ല. അവർക്ക് ഗൃഹസ്ഥാശ്രമ ധർമ്മം എന്ന് പറയുന്ന ഒരു വിലയുണ്ടായിരുന്നു. ഇത് ആണ് പെണ്ണെന്നുള്ള കഥയിൽ വന്ന് നിന്നുപോയി. അവസാനം ഒരു വലിയ ഹാനി ഉണ്ടാക്കിപ്പോയി. അവസാനം ഒരു ഹർട്ട്. അതില് ഇതൊക്കെ കഥ മാറിപ്പോവാണ്. ഇത് നോക്കൂ, അഹമസ്മി അഹമേവാഹം ആർദ്രം ജ്വലതി ജ്യോതി. ശീതളമായ ഒരു അഗ്നി എന്നാണ് ഉള്ളിൽ, ഹൃദയത്തില് ശീതളമായ ആർദ്രമായ ഒരു അഗ്നി. എത്രയാണ് ആർദ്രം ജ്വലതി ജ്യോതിരഹമസ്മി. ആ ജ്യോതി അകമേക്ക് കണ്ടു കഴിയുമ്പോൾ അകമർഷണമാണ്. അകം പാപം കഴുകിക്കളഞ്ഞു പോകുന്നു. അപ്പോ ഇനി നോക്കൂ, എല്ലാ ഭാവങ്ങളും അന്തര്യാമിയുടെ ആ മൂലത്തിൽ നിന്നുമാണ് ഉദിച്ചു നിന്ന് അസ്തമിക്കണത് എന്ന് ഇപ്പൊ പറഞ്ഞു. അത് തുടർന്ന് ഭഗവാൻ പറയാണ്, ബുദ്ധിജ്ഞാനമസമ്മോഹം ക്ഷമാ സത്യം ദമശ്രമഃ സുഖം ദുഃഖം ഭവോ ഭാവോ ഭയം ചാഭയമേവ ച അഹിംസാ സമതാ തുഷ്ടിഃ തപോദാനം യശോ യശഃ ഭവന്തി ഭാവാ ഭൂതാനാം മത്ത ഏവ പൃഥഗ്വിധാഃ. മത്ത ഏവ ഭാവാഃ ഭവന്തി. ഭാവാഃ, ഉള്ളിൽ അനേക ഭാവങ്ങളുണ്ടാവും. ശരിക്കും ഈ സാത്വികമായ ദൈവികമായ ഭാവങ്ങളൊക്കെ തന്നെ അഭിമാനം മൂലത്തിലടങ്ങുമ്പോൾ ഉണ്ടാവുന്നതാണല്ലോ. അതുകൊണ്ടാണ് കമ്പാരിറ്റീവ്ലി നെഗറ്റീവ് ഇമോഷൻസിനേക്കാളും നമ്മൾ പോസിറ്റീവ് ഇമോഷൻസ് എന്ന് പറയുന്നതിനെ സാധുക്കളൊക്കെ തന്നെ അനുമോദിച്ച് പോഷിപ്പിക്കാൻ പറയണത്. എന്താണെന്ന് വെച്ചാൽ ദാറ്റ് ഈസ് മച്ച് മോർ നിയറർ ടു ദ സോഴ്സ്. അതുമൊക്കെ മനോഭാവങ്ങളാണെങ്കിൽ പോലും അത് കൂടുതൽ കൂടുതൽ സത്യത്തിന് അടുത്തു നിൽക്കണം. നുണയും സത്യവും ആത്മാ തന്നെയല്ലേ എന്ന് വെച്ചാൽ അല്ല. സത്യം പറയുമ്പോ യു ആർ കണക്റ്റഡ് വിത്ത് ദ സോഴ്സ്. നുണ പറയുമ്പോ യു ആർ സെപ്പറേറ്റഡ്, എസ്ട്രേഞ്ച്ഡ് ഫ്രം ദ സോഴ്സ്. വ്യത്യാസം. അഭിമാനത്തിനെ രക്ഷിക്കാനാണ് പലപ്പോഴും നുണ പറയണതേ. ശ്രദ്ധിച്ചാൽ കാണാം. അഭിമാനത്തിനെ രക്ഷിക്കാനാണ് ദ്വേഷിക്കുന്നത്. അഭിമാനത്തിന് ടോണിക് കൊടുക്കാനാണ് അറ്റാച്ച്മെന്റ്. ഒക്കെ എന്തെന്ത് ഈ അഭിമാനത്തിനെ പോഷിപ്പിക്കുമോ അതൊക്കെ നെഗറ്റീവാണ്. എന്തെന്ത് അഭിമാനത്തിനെ യജനം ചെയ്യുമോ, ത്യാഗം ഉണ്ടാക്കുമോ, അതൊക്കെയാണ് നമ്മൾ പോസിറ്റീവാണെന്ന് പറയണത്. അപ്പോ ഈ പോസിറ്റീവ് ഇമോഷൻസ് അധികമായിട്ടും അന്തര്യാമിയിലേക്ക് നേരിട്ട് നമ്മളെ കൊണ്ടുപോകും. അതിലും ഭഗവാൻ പറഞ്ഞു ബുദ്ധി. ബുദ്ധി എന്ന് വെച്ചാൽ അധ്യവസായ ആത്മിക ബുദ്ധി.
വിവേകം, ജ്ഞാനം, വസ്തുവിനെക്കുറിച്ചുള്ള അറിവ്. ബുദ്ധി റിസർവോയറാണ്, റിസോഴ്സാണ്. ജ്ഞാനം അതിന്റെ പ്രയോഗമാണ്. പ്രയോഗിച്ചു കഴിയുമ്പോൾ ഉണ്ടാവുന്ന ഇഫക്റ്റാണ് അസമ്മോഹ. ഒരു പൊരുളിനെ കുറിച്ചുള്ള ഇഗ്നറൻസ് നീ, ഒരു വസ്തുവിനെ കുറിച്ചുള്ള അജ്ഞാനം നീ. ഇതേ തന്നെ ആന്തരികമായിട്ടെടുത്താലും ഒരു ജീവന് മേധാശക്തി ഉണ്ടാവുന്നത് അന്തര്യാമിയിൽ നിന്നാണ്. മത്തയേവ, ഈശ്വരൻ അനുഗ്രഹിക്കുമ്പോൾ, കൃപ ഉണ്ടാവുമ്പോൾ, കൃപാലാഭം ഉണ്ടാവുമ്പോൾ ഒരു ദേവി ഉള്ളിൽ ആവിർഭവിക്കണം. ആ ദേവി ആരാണെന്ന് വെച്ചാൽ മേധാദേവി. മേധാദേവി ജുഷമാണാനാഗാത് വിശ്വാചീ ഭദ്രാ സുമനസ്യമാനാ ത്വയാ ജുഷ്ട ഋഷിർഭവതി ദേവി. മന്ത്രം തന്നെ പറയണത് ആ മേധാദേവി ഒന്ന് ഉള്ളിൽ വന്ന് തൊട്ടാൽ അയാൾ ഋഷിയാവുന്നു. ബൃഹദ്വദേമ വിദധേ സുവീരാഹ. ആ മേധാദേവി ഉള്ളിലൊന്ന് പ്രകാശിച്ചു കഴിയുമ്പോ ബൃഹദ്വദേമ, ബ്രഹ്മവിദ്യ പറയും. അപ്പോഴാണ് ബൃഹത്ത് എന്ന് വെച്ചാൽ ബ്രഹ്മം, ബൃഹത്തിനെ, വലുതിനെ കുറിച്ച് പറയണമെന്നാണ്. അവൻ ആ വലിയ പൊരുളിനെ കുറിച്ച് പറഞ്ഞു തുടങ്ങുന്നു. ബൃഹദ്വദേമ വിദധേ സുവീരാഹ. അപ്പൊ മേധാശക്തിയാണ് ബുദ്ധി. ആ മേധ ആവിർഭവിക്കുന്നു എവിടുന്ന്? അന്തര്യാമിന്ന്. മേധയുടെ ഡിസ്പ്ലേ ആണ്, അതിന്റെ പ്രകാശനമാണ് ജ്ഞാനം. അത് ആത്മവിദ്യയായി, ആത്മജ്ഞാനമായി, സ്വരൂപജ്ഞാനമായി പ്രകാശിക്കണം. ജ്ഞാനം, ബുദ്ധി ജ്ഞാനം. അടുത്തത് സാക്ഷാത്കാരം, അസമ്മോഹ. മോഹം അങ്ങോട്ട് പോയി. സത്സംഗത്വേ നിസ്സംഗത്വം, നിസ്സംഗത്വേ നിർമോഹത്വം. അല്ലേ? മോഹം, അസമ്മോഹ. ക്ഷമ. അതിനുശേഷം ജ്ഞാനത്തിന് ശേഷവും ശരീരത്തിനും മനസ്സിനും ഒക്കെ ഉണ്ടാവുന്ന ദുഃഖങ്ങൾക്കൊന്നും പരിഹാരമൊന്നുമില്ല. അതിനെന്തൊക്കെ വരണോ അതിനൊക്കെ തിദിക്ഷ. അത് തന്നെ ജ്ഞാനിയുടെ തപസ്സാണെന്നാണ് ശ്രുതി പറയണത്. യദ്വ്യാഹിതസ്തപതി പരമം തപഃ. അതവന്റെ വലിയ തപസ്സാണെന്നാണ്. ക്ഷമ, ബുദ്ധിജ്ഞാനം, അസമ്മോഹ, ക്ഷമ, സത്യം, സത്യനിഷ്ഠ, യാഥാതഥ്യകഥനം, ഋജുബുദ്ധി. ഒരേ നുണ പറയുമ്പോ എപ്പോഴും നോക്കുക, ഉള്ളിലൊന്നുണ്ട് പുറത്തൊന്നുണ്ട്. ഉള്ളൊன்று വയ്ത്തു പുറമൊன்று പേശുവാർ ഉറവ് കലവാമൈ വേണ്ടും എന്ന് വള്ളലാർ പാടി. ഉള്ളിലൊന്ന് വെക്കണു, പുറത്തൊന്ന് പറഞ്ഞാൽ എന്താന്ന് വെച്ചാൽ ഇയാളുടെ ഉള്ളിൽ തന്നെ ദർ ഈസ് കോൺഫ്ലിക്റ്റ്. അല്ലേ? ആ കോൺഫ്ലിക്റ്റ് ഒരു നോട്ടായിട്ട് തീരും, ഒരു മുടിച്ചായിട്ട് തീരും, ഒരു ചെടുക്ക്. ഇതൊക്കെ കൂടി ചേർന്നിട്ടാണ് അവസാനം ചിജ്ജട ഗ്രന്ഥി എന്ന് പറയുന്നത്. ഉള്ളിലുള്ള ഇൻഹിബിഷൻസ്. സത്യം എന്ന് വെച്ചാൽ എന്താ? രണ്ടില്ലേ? ഇല്ല അവിടെ. സത്യത്തിൽ തന്നെ അദ്വൈതമാണ് സത്യം. ദമഃ, ഇന്ദ്രിയ നിഗ്രഹം, ഇന്ദ്രിയങ്ങളെ നിയന്ത്രണം ചെയ്യണത്. ശമഃ, മനസ്സിനെ നിയമനം ചെയ്യണത്, ശാന്തമാക്കണത്. സുഖം, സാത്വികമായ സുഖം. ദുഃഖം, വിഷമങ്ങൾ കാണുമ്പോഴുള്ള ദുഃഖം. ഭവഃ അഥവാ ഭാവഃ, ഉണ്ടാവല്. അഭാവഃ, ഇല്ലാതിരിക്കൽ. ഭവോ അഭാവോ. ഇവിടെ ഭാവോ അഭാവോ എന്ന് ഈ പാഠത്തിൽ കാണുന്നു. ഭവോ അഭാവോ. ഭയം ച അഭയമേവ ച. അതിനെങ്ങനെയായിരിക്കണേ? അല്ല, ഭാവോ അഭാവോ. ഭവമാണോ ഭാവമാണോ? ഭവമാണ്. അതിൽ പാഠം ഭാവം. ഭവോ അഭാവ, ഉണ്ടാവുക, ഇല്ലാതിരിക്കാം. അതിപ്പോ പറഞ്ഞാൽ നമുക്ക് ഒരു മനസ്സിലാവണമെങ്കിൽ ജാഗ്രത്തിലും സ്വപ്നത്തിലും ഭവമാണ്. അല്ലേ? ജാഗ്രത്തിലും സ്വപ്നത്തിലും
ജാഗ്രതത്തിൽ ഈ ലോകമൊക്കെ ഉണ്ട്, ശരീരമൊക്കെ ഉണ്ട്, സ്വപ്നത്തിൽ മനസ്സെന്തൊക്കെയോ കാണിക്കണു, സുഷുപ്തിയിലോ അഭാവം. ഇത് രണ്ടും എവിടെയാ നടക്കുന്നത്? ഏതോ ഞാൻ. ഇത് രണ്ടും ഈ ഭവത്തിനെയും അഭാവത്തിനെയും അനുഭവിക്കുന്നത് ഒരേ ആളാ. ഒരേ ആളിൽ തന്നെയാണ് ഭവമും അഭാവമും നടക്കുന്നത്. രണ്ടും ഭവോ അഭാവോ ഭയം ച. ഭയം ഉണ്ടാവുന്നു, സെക്യൂരിറ്റി ഫീലിംഗ്. ലോകത്തിൽ എങ്ങനെ ജീവിക്കും? ദുഃഖം ഉണ്ടാവുന്നു, വിഷമങ്ങളുണ്ടാവുന്നു, പേടിയുണ്ടാവുന്നു. ഭയം ച അഭയമേവ ച. അവസാനം ആ ഭയം നിവൃത്തമാവണം. നോക്കൂ, ചിലപ്പോൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഭയം വരും. ഈ ഭയം തീരാതെ കുറച്ച് ദിവസം എന്തെങ്കിലും കൊണ്ട് നടക്കും. അത് കഴിഞ്ഞ് ഈ ഭയം ഉണ്ടായിരുന്ന സ്ഥലത്ത് തന്നെ അത് ഒഴിഞ്ഞുപോയി. എന്ത് ഭാവവും കുറച്ചു ദിവസത്തേക്ക് വരും, നിൽക്കും, മറഞ്ഞു പോകും. ഒരു ഭാവവും നിത്യമായിട്ട് നിൽക്കില്ല. ഭയം ച അഭയമേവ ച. ഫിയർലെസ്നെസ്, ഭയമില്ലായ്മ ആത്മാവിന്റെ സ്വരൂപമാണത് എന്നാണ്. അതും ഭയം ച അഭയമേവ ച അഹിംസ. ആരെയും ഹിംസിക്കാതെ ദ്വേഷിക്കാതെ ഇരിക്കില്ല. സമത, സമബുദ്ധി. തുഷ്ടി, കിട്ടുന്നത് കൊണ്ടുള്ള സന്തോഷം. തപഹ, മനസ്സും ഇന്ദ്രിയൊക്കെ ഏകാഗ്രമാക്കി ഉള്ളിലാക്കുക. ഇനി ശരിക്കും പറഞ്ഞാൽ തപസ് ഇറ്റ് ഗെറ്റ്സ് ജനറേറ്റഡ്. ഉള്ളില് അന്തര്യാമിയുടെ പ്രസാദം കൊണ്ട് തപസ്സുണ്ടാവും. വിവേകാനന്ദ സ്വാമികൾ ലാസ്റ്റ് ഡേയ്സിൽ അദ്ദേഹം ഒരു ലെറ്ററിൽ എഴുതുന്നു, ഇത്രയൊക്കെ പ്രവർത്തിച്ചൊക്കെ കഴിഞ്ഞ് അവസാനം എല്ലാം വലിച്ചെറിഞ്ഞു. അപ്പൊ അദ്ദേഹത്തിന്റെ ഭക്തയ്ക്ക് ഒരാൾക്ക് ലെറ്റർ എഴുതുന്ന ആ ലെറ്ററിൽ പറഞ്ഞു, ലോട്ട് ഓഫ് തപസ് ഹാസ് കം ഓവർ മീ. തപസ് ചെയ്യണ തപസ്സല്ല, ഈശ്വരൻ ഗുരു കാരുണ്യം കൊണ്ടൊക്കെ ഉള്ളിലുണ്ടായ ആ ജ്ഞാനശക്തി ജ്വലിക്കുകയാണ്. തപസ് ബ്രഹ്മത്തിന്റെ, അഗ്നിക്ക് ചൂട് പോലെ തപസ് ബ്രഹ്മത്തിന്റെ സ്വഭാവമാണ്. അത് ഉപനിഷത്ത് തന്നെ പറയണത് യസ്യ ജ്ഞാനമയം തപഃ. ജ്ഞാനം തന്നെ ബ്രഹ്മത്തിന്റെ, ആത്മാവിന്റെ അഗ്നിക്ക് ചൂടുപോലെ ഉള്ള സ്വഭാവം, പ്രകൃതിയാണെന്നാണ്. അപ്പൊ ആത്മാനുഭവം ഉണ്ടാവുമ്പോ ആ തപസ്സങ്ങനെ ഉള്ളിൽ ജ്വലിക്കണം. അപ്പൊ തപസ് നമ്മൾ ചെയ്യണതല്ല, ദ ഇന്നർ ബീയിങ് അവേക്കൻസ് ടു ജനറേറ്റ്, മാനിഫെസ്റ്റ് എസ് തപസ്, എ സ്പിരിച്വൽ എക്സ്പീരിയൻസ്. ആ സമയത്ത് ചിലരൊക്കെ തപസ് ചെയ്യും. ഒരു കാലത്ത് സാധകന്മാർക്ക് ഒരു സമയത്ത് തീവ്ര വൈരാഗ്യം, സാധന, യോഗ പരിശീലനം ഒക്കെ ഉണ്ടാവും. പിൽക്കാലത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഇതൊന്നും ഉണ്ടാവുകയില്ല. അപ്പൊ അന്ന് ചെയ്തു, ഇന്ന് എവിടെ പോയി? അന്ന് ചെയ്യാനുണ്ടായിരുന്നു, ഉള്ളിലുള്ള ആളൊക്കെ റിവീൽ ചെയ്തു, ഇന്നൊക്കെ എടുത്തു കളഞ്ഞു. അപ്പോഴാണ് അറിയുക, അതും നമ്മളൊന്നും ചെയ്തതല്ല. ഈശ്വരൻ എന്തെന്ത് ഏതേത് സമയത്ത് ഉള്ളിൽ റിവീൽ ചെയ്യണോ അതാത് സമയത്ത് അതാത് കാര്യങ്ങൾ നടക്കും. മന്ത്രദീക്ഷ മുതലായിട്ടുള്ളതൊക്കെ പോലും ഉള്ളുന്നാണ് വരുന്നത്. വെളിയിൽ നിന്ന് കിട്ടണ പോലെ തോന്നും, സമയമാവുമ്പോ ചിലതൊക്കെ വെളിയിൽ നിന്ന് സർഫസ് നിന്ന് വരുന്ന. അതുകൊണ്ടാണ് നല്ല സമ്പ്രദായത്തിലുള്ള ഗുരുക്കന്മാർ മന്ത്രോപദേശമൊന്നും അങ്ങനെ കൊടുക്കൊന്നുമില്ല. ആരെങ്കിലും ചോദിച്ചാലൊന്നും കൊടുക്കാൻ അവർക്ക് പറ്റില്ല. ഇറ്റ് ഹാസ് ടു ഹാപ്പൻ. ഈശ്വരൻ ചെയ്യുമ്പോ ഇറ്റ് വിൽ ബി ഓൾവേസ് എ ഹാപ്പനിങ്, നോട്ട് ഡൂയിങ്. നടക്കുമ്പോൾ ഈ ശിഷ്യന് യോഗ്യത വന്നു കഴിയുമ്പോ മന്ത്ര ഉപദേശവും ഒക്കെ കിട്ടും. ചിലപ്പോൾ ഉള്ളിന്ന് തന്നെ കിട്ടും, ചിലപ്പോൾ വെളിയിൽ നിന്ന് ഗുരുവും കിട്ടും. പല മഹാപുരുഷന്മാരുടെ അടുത്ത് മന്ത്രോപദേശം വാങ്ങിക്കുന്നവർക്കൊക്കെ ആ മന്ത്രം പലപ്പോഴും സ്വപ്നത്തിൽ മുമ്പേ കിട്ടിയിട്ടുണ്ടാവും. ഗുരു പറയും, അത്രയേ ഉള്ളൂ. പറയുമ്പോ ഇത് മുമ്പേ ഉള്ളിൽ ഉണ്ടായിരുന്നല്ലോ എന്ന് തോന്നും. അവരുടെ ഉള്ളിൽ തന്നെ ജന്മജന്മാന്തരമായിട്ട് കൊണ്ടുവന്നിരിക്കുന്ന ഒരു ബീജം, മുക്തിബീജം, ഭാവബീജത്തിനെ ഗുരു വെർബലൈസ് ചെയ്യണു, അത്രയേ ഉള്ളൂ. മന്ത്രം, ഉപാസനാമൂർത്തി, ഇഷ്ടദേവത എന്നൊക്കെ പറയണത് ശരിക്കും ഈ സമ്പ്രദായം അറിയണവർക്ക് അറിയാം. ഈ ദൈവത്തിനെ ഭജിക്കാൻ പാടുള്ളൂ, ആ ദൈവത്തിനെ ഭജിക്കാൻ പാടുള്ളൂ എന്ന് ശാഠ്യം പിടിക്കുന്നതൊന്നും ശരിയാവില്ല. കാരണം ഓരോരുത്തരും ഓരോരോ ഭാവബീജത്തിനുള്ളിൽ കൊണ്ടുവരണ്ടാവും. ആ ഭാവബീജത്തിനെ അറിഞ്ഞുകൊണ്ട് ഗുരു ഉപദേശിക്കുകയാണ്. ഉപദേശിക്കുമ്പോ ആ ഭാവബീജത്തിന് ഉള്ളിൽ പിടിച്ചുകൊണ്ട് തന്നെ അതിന് ശ്രദ്ധാനദി വിമലചിത്ത ജലാഭിഷേകൈ നിത്യം സമാധി കുസുമൈ ഉപാസന
ഉള്ളില് ശ്രദ്ധയാവുന്ന ജലം കൊണ്ട് അഭിഷേകം ചെയ്ത് ആരാധന ധ്യാനമാവുന്ന അർച്ചന പുഷ്പം കൊണ്ട് പൂജിച്ച് അതിനെ അങ്ങനെ ആ ബീജത്തിനെ വളർത്തി വളർത്തി അനുഭവത്തിന്റെ വൃക്ഷം ഉണ്ടാവും, മഹാഭാവം ഉണ്ടാവും. അപ്പോ ഇതൊക്കെ തന്നെ അകമയ്ക്ക് ഉണ്ടാവുന്നതാണ്. ഭവന്തി ഭാവാഭൂതാനാം ദാനം. നോക്കൂ, തുഷ്ടി, സന്തോഷം, നിറവ്, ഈശ്വര അനുഗ്രഹം ഉണ്ടാവുമ്പോൾ ഉള്ളിൽ തുഷ്ടി ഉണ്ടാവും. നിറഞ്ഞു മതിയായി. അതുപോലും ഭഗവത് കൃപയില്ലാതെ സാധ്യമാവില്ല എന്നാണ്. എന്തോരു അസ്വസ്ഥത എന്ന് പറയും. എല്ലാം ഉണ്ട് ലോകത്തില്. ചില നല്ല ആളുകൾക്ക് പോലും ഈ കുഴപ്പമുണ്ട്. കാരണമില്ലാത്ത അതിനൊരു വാക്ക് പറയുന്നത് ലിസ്റ്റ്ലെസ്നെസ് എന്നാണ് പറയുക. ഡിപ്രഷൻ, എന്തോ ഒരു കുറവ്, ഓക്കാനും വരുന്ന പോലെ. തുഷ്ടിയില്ല, പ്രസാദം ഉണ്ടായില്ല. ഉള്ളിൽ പ്രസാദം ഉണ്ടാവുമ്പോ തുഷ്ടി. തപഹ, ദാനം. ദാനം പോലും ഈശ്വരൻ കൊടുക്കണ പോലെ കൊടുക്കണം. നമ്മൾ ദാനം ചെയ്യുമ്പോൾ എന്താ, ഈഗോ ഗിവ്സ്, ഇറ്റ് നോസ്. അമ്മ കുട്ടികൾക്ക് കൊടുക്കുമ്പോ ഫോട്ടോ എടുക്കാനൊന്നും പറയില്ലല്ലോ, അല്ലേ? ആലോചിച്ച് നോക്കും. ഒരു അമ്മ തന്റെ കുട്ടിക്ക് കൊടുക്കുമ്പോ കുട്ടി നന്ദി കാണിക്കണമെന്ന് വിചാരിക്കുമോ, ഞാൻ മകന് കൊടുക്കണമെന്ന് ഫോട്ടോ എടുത്തിട്ട് നാളത്തെ പേപ്പറിൽ ഇടുമെന്ന് പറയോ? എന്താ, തനിക്ക് തന്നെയാ കൊടുക്കണത്. കൊടുക്കണ കുട്ടിയോ അത് വാങ്ങിയിട്ട് എവിടെയെങ്കിലും എടുത്തിടും. അതിലൊരു വില പോലും ഇല്ല കുട്ടിക്ക്. അപ്പൊ ഈശ്വരൻ നമുക്ക് തരുന്നത് അങ്ങനെയാണല്ലോ. ഇപ്പൊ എത്രയോ തന്നത് നമ്മൾ വല്ല തിരിഞ്ഞു നോക്കണുണ്ടോ, അല്ലേ? ഇന്നും തന്നുകൊണ്ടിരിക്കണം. ഇത്രയൊക്കെ ആയിട്ട് മഴയൊക്കെ പെയ്യണം, സമയത്തിന് ഋതുക്കളൊക്കെ നടക്കണം, എല്ലാം നടന്നുണ്ട്. അപ്പൊ ദാനം ഈശ്വരനായിട്ട് ഇരുന്നു കൊണ്ട് ദാനം ചെയ്യലാണ്. വ്യക്തിയല്ല കൊടുക്കണത്. കൊടുക്കണത് അറിയാനേ പാടില്ല എന്ന്. ദാനം യശഃ, ഈശ്വരനായിട്ട് നൽകുന്ന യശസ്. എന്നുവെച്ചാൽ ജ്ഞാനികൾക്ക് ഉണ്ടാവുന്ന ഒരു യശസ്സുണ്ട്. അവർ പ്രചരിപ്പിക്കുകയോ അറിയിക്കുകയോ ഒന്നും വേണ്ട, അതിങ്ങനെ പ്രചരിക്കും. ചിലപ്പോ എവിടെയെങ്കിലും അമേരിക്കയിലുള്ള ആൾക്ക് സ്വപ്നം കാണും. അങ്ങനെയൊക്കെ ഭഗവാനെ കാണാൻ എത്ര പേര് വന്നിരിക്കുന്നു. എവിടെയോ ഉള്ള ആളുകൾക്ക് സ്വപ്നത്തിൽ ദർശനം ഉണ്ടാവും, വരും. എവിടെയോ കണ്ടു ആകൃഷ്ടമാവും. ഇതൊക്കെ ഈശ്വരനായിട്ട് കൊടുക്കുന്ന യശസ്സാണ്. ഈശ്വരന്റെ യശസ്സാണ്, വ്യക്തിയുടെ അല്ല. അയശഃ. അതുപോലെ ഈ ജീവന് ഈ ഫെയിം, പേര്, പുകഴൊക്കെ ദോഷമാണെങ്കിൽ ഭഗവാൻ തന്നെ അത് എടുത്തു കളയും, നശിപ്പിക്കും. അയശസ് ചിലപ്പോൾ അപമാനം ഉണ്ടാക്കും. അത് ചിലർക്ക് അതൊരു ഓപ്പറേഷൻ പോലെയാണ്. കുറെ അപമാനമൊക്കെ ഉണ്ടാവുമ്പോഴാണ് ഈ ഈഗോ. ഇപ്പൊ ചിലതൊക്കെ ഉണ്ടല്ലോ, ചില ഗ്രോത്ത് ഒക്കെ ഉള്ളിലുണ്ടെങ്കിൽ അതിന് ചില വിഷമൊക്കെ കൊടുക്കേണ്ടി വരും, ആ ഗ്രോത്ത് എരിഞ്ഞു പോകാനായിട്ട്. ഇപ്പൊ ക്യാൻസറിനൊക്കെ ചില പഴയ ചികിത്സയിൽ അട്ടയെ വെച്ച് കടുപ്പിക്കുകയൊക്കെ ചെയ്യും. അതുപോലെ ഈ ഇന്നർ ഗ്രോത്ത്, ഈ അഹങ്കാരത്തിന് ചിലപ്പോ അയേശസ് വന്നാൽ നല്ലതെങ്കിൽ, അപമാനം വന്നാൽ നല്ലതെങ്കിൽ അയേശഃ ഭവന്തി ഭാവാഹ. ഇങ്ങനെ എന്തൊക്കെയോ ഇതിപ്പോ ചിലതൊക്കെ ഭഗവാൻ ലിസ്റ്റ് ചെയ്ത് പറഞ്ഞു. ഒരു ഉത്തമ സാധകന് മനസ്സിലാവും, എവറിത്തിങ് കംസ് ഫ്രം ദ സോഴ്സ്. പുറമേക്ക് വരണത് പോലെ അകമേന്ന് തന്നെയാ വരണത്. പുറമേ ചില ആളുകളുടെ രൂപത്തിൽ വരും, ഒരു കാരണമില്ലാതെ നമ്മളെ ആരോ ചീത്ത പറഞ്ഞിട്ട് പോകും. ഉത്തമ സാധകൻ അറിയും, മത്തയേവ ഭവന്തി, അന്തര്യാമിയായ ഈശ്വരൻ എന്നാണ് വരുന്നത്. അയാൾ എന്റെ ഏതോ ഒരു കർമ്മം കഴുകിക്കളഞ്ഞിട്ട് പോവുകയാണ്. അത് ഈശ്വരനെ അറിയാം. ഞാൻ സാധന ചെയ്തിട്ടൊന്നും അത് പോവില്ല, ഞാൻ ആത്മവിചാരം ചെയ്തിട്ടൊന്നും അത് പോവില്ല. അത് അവൻ ചീത്ത പറഞ്ഞ് തന്നെ കളയണം, അവൻ എന്നെ വെറുത്ത് നിന്ദിച്ചൊക്കെ തന്നെ കളയണം. സന്തോഷമായിട്ട് മുനിസിപ്പാലിറ്റി കക്കൂസ് ക്ലീൻ ചെയ്യണവരില്ലേ, അവരെ നമ്മൾ ചീത്ത പറയുമോ? അവരെ പോലെയാണ് ഈ നിന്ദിക്കുകയും വെറുക്കുകയൊക്കെ ചെയ്യുന്ന ആളുകൾ. ഏകനാഥ സ്വാമി പറയണു, അദ്ദേഹത്തിന് ഒരുപാട് പേര് നിന്ദിച്ചപ്പോൾ ഏകനാഥൻ പറഞ്ഞു, യാതൊരു പ്രതിഫലേച്ഛയും ഇല്ലാതെ ചെയ്യുന്ന കർമ്മയോഗികൾ.
കർമ്മയോഗമാണ് അവർ ചെയ്യണത്. ഒരു പ്രതിഫലേച്ഛയും കൂടാതെ നമ്മളെ ശുദ്ധാക്കി തരികയാണ് അവർ. നമ്മളെ നിന്ദിച്ചും ചീത്ത പറഞ്ഞും നമ്മളുടെ കർമ്മമൊക്കെ എടുത്ത് നമ്മൾ കഴുകിക്കളഞ്ഞ് നല്ല ലോകത്തിലെ ഏറ്റവും വലിയ തീർത്ഥം എന്നൊക്കെയാണ് അവർ വിളിക്കുന്നത്. ഗംഗയെക്കാളും ഹരിദ്വാറിനേക്കാളും കാശിയെക്കാളും വലിയ തീർത്ഥത്രേ ഈ നിന്ദ ചെയ്യുന്നവൻ. എന്താണെന്ന് വെച്ചാൽ അവൻ ശുദ്ധാക്കി തീർക്കും നമ്മളെ പവിത്രമാക്കി തീർക്കും. പക്ഷെ പവിത്രമാക്കണമെങ്കിൽ നമ്മളുടെ അടുത്ത് റിയാക്ഷൻ ഒന്നും ഉണ്ടാവാൻ പാടില്ല. നമ്മൾ സന്തോഷമായിട്ട് ഭഗവാനാണ് ആ രൂപത്തിൽ വന്നൊക്കെ ചെയ്യണത് എന്ന് അറിയണം. അങ്ങനെ ചെയ്താൽ നമ്മളുടെ ബുദ്ധിയൊക്കെ ശീതളാവും, മനസ്സൊക്കെ ശീതളാവും, നെർവ്സൊക്കെ ലൈറ്റാവും. കുറേ നിന്ദിച്ച് ചീത്തയൊക്കെ പറഞ്ഞ് ചില മഹാപുരുഷന്മാർ തന്നെ കാരുണ്യം കൊണ്ട് ചിലപ്പോൾ ചീത്ത പറയും. ആരതി ഒഴിയണ പോലെയാണ്. ചീത്ത പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് എന്തൊക്കെ ദൃഷ്ടി ദോഷം അത് ഏതൊക്കെ പറയും ഒക്കെ പോയി പോകും. അറിയണം ഇത്. നമ്മളുടെ ലൈഫിൽ ഉണ്ടാവുന്ന ഓരോ ഇൻസിഡൻസും പുറത്തു വരുന്ന ഓരോന്നും പുറത്തുനിന്നല്ല വരുന്നത്, അതിന് സമാനമായിട്ട് ആനുപാതികമായിട്ട് എന്തോ ഒരു ദോഷം ഉള്ളിൽ ഉണ്ടാവണം. ആ ആനുപാതികമായിട്ടുള്ള ഒരു ദോഷത്തിന്റെ ഒരു കണ്ണാടി മാത്രമാണ് ഈ പുറത്തു വരുന്ന വ്യക്തികള്, ഇൻസിഡൻസ്, ഇവന്റ്സ് ഒക്കെ. അത് പുറത്തു വരുന്നു, അതിന് ആനുപാതികമായിട്ട് ഉള്ളിലുള്ള നമ്മൾ ശരിക്കും നിന്നുകൊടുത്താൽ ഉള്ളിലുള്ളതിനെ എടുത്തോണ്ട് പോകും. ഉള്ളിലുള്ളതിനെ കംപ്ലീറ്റ് ആയിട്ട് വാഷ് ഔട്ട് ചെയ്തുകൊണ്ട് പോകും. മത്തയേവ പൃഥഗ്വിധാഹ. ഭഗവാൻ പറഞ്ഞു ഇതൊക്കെ എന്നിൽ നിന്നാണ് വരുന്നതെന്ന് അറിഞ്ഞുകൊള്ളുക അർജുന. എല്ലാ ഭാവങ്ങളും അഗ്നിയിലെ സ്ഫുലിംഗം പോലെ യഥാസുദീ പ്രദീപ്താത് പാവകാത് വിസ്ഫുലിംഗാഹ സഹസ്രശഃ പ്രഭവന്തേ സ്വരൂപാഹ. ശരിക്കും പറഞ്ഞാൽ ഭഗവാൻ കൃഷ്ണാവതാരം രാമാവതാരമൊക്കെ എടുത്തുകൊണ്ടുവരുന്ന പോലെ തന്നെ അന്തര്യാമി തന്നെയാണ് ഈ ഓരോ ഭാവങ്ങളുടെയും വേഷമിട്ടുകൊണ്ടുവരുന്നത്, ഓരോ ഇമോഷന്റെയും വേഷമിട്ടുകൊണ്ടുവരണമെന്ന് അറിഞ്ഞാൽ നമ്മളുടെ അറിവ് പൂർണ്ണമാവും. അവികമ്പയോഗം എന്ന് ഭഗവാൻ ഇനി പറയാമോ? ദർ ഇസ് നോ സെപ്പറേറ്റ് ലൈഫ്, എൻറ്റയർ ലൈഫ് ഇസ് ഡിവൈൻ. മുഴുവനും പൂർണ്ണമാണ്. അതിനാണ് വിഭൂതി എന്ന് പറയുന്നത്. ഓരോ ക്ഷണമും ഓരോ ഇമോഷനും ഓരോ വികാരമും അത് നമ്മുടെ അന്തര്യാമിയെ സമ്മതിച്ചു കഴിഞ്ഞു. സെന്ററിൽ ഇരിക്കുന്ന ആള് ഈശ്വരൻ, അജമനാദിം വേത്തി ലോകമഹേശ്വരം എന്നറിഞ്ഞു. മഹേശ്വരനാണ് ഇരിക്കുന്നത്, അല്ലാതെ ഒരു ഈഗോ ഒന്നും അല്ല അവിടെ ഇരിക്കുന്നത് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ വാട്ട് എവർ കംസ് ഫ്രം ഹിം, എന്തൊക്കെയാണോ ആ ഈശ്വരനിൽ നിന്ന് ഉദിച്ച് പൊന്തി വരുന്നത് ഒക്കെ ദിവ്യമാണ്. അത് അകമേക്ക് വരുന്നതും പുറമേക്ക് നമ്മളുടെ ജീവിതത്തിൽ കർമ്മമായിട്ട് വരുന്നതും വ്യക്തികളായിട്ട് വരുന്നതും ഒന്നും കാരണമില്ലാത്തതേ അല്ല. വിശ്വം പശ്യതി കാര്യകാരണതയാ സ്വസ്വാമി സംബന്ധതഃ ശിഷ്യ ആചാര്യതയാ തഥൈവ പിതൃപുത്രാദി ആത്മനാ ഭേദതഃ സ്വപ്നെ ജാഗ്രതി വാ യേഷ പുരുഷഃ മായാ പരിഭ്രാമിതഃ തസ്മൈ ശ്രീ ഗുരുമൂർത്തയേ നമൈതം ശ്രീ ദക്ഷിണാമ. കാര്യം കാരണം അച്ഛൻ അമ്മ ബന്ധുക്കള് ഭാര്യ ഭർത്താവ് ഗുരു ശിഷ്യൻ എല്ലാ രൂപത്തിലും അന്തര്യാമി തന്നെയാണ് വരുന്നത്, ഭഗവാൻ തന്നെയാണ് വരുന്നത്. മിത്രം ശത്രു ബ്രഹ്മമത് ശത്രുഹു ബ്രഹ്മമത് മിത്രം, എല്ലാ രൂപത്തിലും പരമേശ്വരൻ തന്നെയാണ് പല രൂപത്തിലും വരുന്നത് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ ആ പരമേശ്വരനെ ആരാധിക്കുന്നത് എങ്ങനെ ഭാവം വരണു അങ്ങനെ ആരാധിക്കണു. ഇതില് അറിവ് മാത്രമേ മാറുന്നുള്ളൂ, ഭാവമൊന്നും മാറണില്ല. ഭാവമൊന്നും മാറില്ല. ഭാവമൊക്കെ തന്നെ ആ ഈശ്വരനോട് ചിലപ്പോൾ ശണ്ട തന്നെ കൂടേണ്ടി വരും. പക്ഷെ ഈശ്വരനോടാണ് ചണ്ട കൂടണതെന്ന് അറിയുമ്പോ ഹിരണ്യകശിപുവിനും ഹിരണ്യാക്ഷനും ഒക്കെ ഉള്ളിന്റെ ഉള്ളിൽ നാരായണനാണ് ഭഗവാനാണെന്ന് അറിയാം. പക്ഷെ വെറുപ്പ്, ഈ വെറുപ്പ് എവിടെ നിന്ന് വന്നു? ഭഗവാൻ തന്നെ ഉണ്ടാക്കിയതാണ് ഉള്ളില്. അങ്ങനെ ഇളക്കി വിട്ടതാണ്. കാരണം വൈകുണ്ഠത്തിൽ കാവൽ നിന്നിട്ടൊന്നും പോവാത്ത കുഴപ്പമാണ്. എന്ന് ആലോചിച്ച് നോക്കൂ, വൈകുണ്ഠത്തിൽ കാവൽ നിന്നിട്ടൊന്നും ആ സാധനം പോയില്ല ഉള്ളെന്ന്. അപ്പോ ഇവിടെ വന്ന ആ വെറുപ്പ് മുഴുവൻ അതുകൊണ്ടാണ് ശക്തിയുടെ മണ്ഡലത്തിൽ എന്തൊക്കെ അനുഭവിച്ചു തീർക്കാനുണ്ടോ, എന്തൊക്കെ തലയിൽ എഴുത്തുണ്ടോ അതൊക്കെ തന്നെ ഈ കരിമ്പ് മെഷീനിൽ ഇട്ടിട്ട് ഇങ്ങനെ ഇറക്കി 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 എടുത്ത് അവസാനം വരെ അല്ലേ അവർ ഈ ജ്യൂസ് അടിക്കുമ്പോ ഉണങ്ങിക്കഴിഞ്ഞ് പിന്നീടും പിന്നെയും വരും പിന്നീടും അത് മുഴുവൻ പിഴിഞ്ഞെടുക്കണ പോലെ. അതല്ലാതെ വേറെ വഴിയൊന്നുമില്ല.
ഒരു ടെക്നിക്ക് നിങ്ങൾ ഒരു യോഗ കോഴ്സിന് ചേർന്ന് ഒരാഴ്ച കൊണ്ട് സിദ്ധനൊന്നും ആവില്ല. കുറെ പണം നിങ്ങളുടെ കയ്യിൽ നിന്ന് പോകും, കുറെ പണം അവർക്ക് കിട്ടും, അതേ പ്രയോജനമുള്ളൂ. അത് ആ മഹാശക്തിയില് പക്വമാവുക എന്ന് പറയണതുണ്ടല്ലോ, വളരെ വളരെ അപൂർവമാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു സിദ്ധി പോലും മനുഷ്യനിൽ ഉണ്ടാവാൻ പാടില്ല. എല്ലാ സിദ്ധിയും പ്രകൃതിയാണ്, എല്ലാ ഭാവങ്ങളും പ്രകൃതിയാണ്. ആ ഭാവമൊക്കെ തന്നെ ഉള്ളില് തോന്നി നിൽക്കുമ്പോ അവസാനമാകുമ്പോ, അതുകൊണ്ടാണ് നോക്കൂ, ആദ്യ ഹിരണ്യാക്ഷൻ ഹിരണ്യകശിപു എന്ത് പവർഫുൾ അല്ലേ. പിന്നെ രാവണൻ കുംഭകർണനായപ്പോ ഒരാൾ ഒരേ അടിക്ക് ട്രാങ്കുലൈസറായി, മറ്റേ ആൾക്ക് വലിയ പവറൊന്നുമില്ല, കമ്പയർ ടു ഹിരണ്യകശിപു ഒന്നുമില്ല. അടുത്ത അവതാരത്തില് ആ ശിശുപാലനെ എവിടെയോ നായ കുരയ്ക്കണ പോലെ കുരച്ചുകൊണ്ടിരുന്നു. ദന്തഭക്തന് ആളെ കാണാനില്ല, ബലൂണ് കാറ്റു പോണ പോലെയാണ്. അപ്പോ അതിന്ന് അറിയണത് എന്താന്ന് വെച്ചാൽ, ഭഗവത് സാക്ഷാത്കാരത്തിന് വലിയ വൈഭവമൊന്നും വേണ്ട. ഈശ്വരന്റെ അനുഗ്രഹം ശരിക്കും പറഞ്ഞാൽ ഒന്നും അറിയാതെ സാധാരണ ആയിക്കൊണ്ടേയിരിക്കും, സിമ്പിളായിക്കൊണ്ടേയിരിക്കും, ശീതളമായിക്കൊണ്ടേയിരിക്കും. ഈ ദോഷം കുറഞ്ഞു പോകുമ്പോ ഭഗവാന്റെ അനുഗ്രഹം സാധാരണ ആയിക്കൊണ്ടിരിക്കും. ഉള്ളിലുള്ളതൊക്കെ അങ്ങോട്ട് ഈ കരിമ്പ് ജ്യൂസ് പിഴിഞ്ഞ് എടുക്കണ പോലെ ചാറൊക്കെ എസൻസ് ഒക്കെ എടുക്കും, അതൊക്കെ വറ്റിച്ചെടുക്കാണ് ഈശ്വരൻ. അപ്പൊ ആ ഭാവങ്ങളൊക്കെ ഭഗവാനിൽ വരണു. ആ ഭാവത്തിന് അധിഷ്ഠാനമായിട്ടുള്ള സത്ത് ഉള്ളില് ഈശ്വരന്റെ കൃപ ഉണ്ടാവുമ്പോ എന്താവെന്ന് വെച്ചാൽ ഭാവന ഉണ്ടാവും. ഭാവന ലൗകികമായ ഭാവനയാണ്. നമുക്ക് പലതുണ്ട് എന്നുള്ള ഭ്രമമുള്ളതുകൊണ്ട്, രാഗം ദ്വേഷം ഉള്ളതുകൊണ്ട് ഇവൻ അവൻ അത് ഇത് കാമം ക്രോധം ഒക്കെ ആയിട്ട് മാറണു. എല്ലാം ഈശ്വരന്റെ അടുത്ത് തന്നെയാണ്. പക്ഷെ ഈശ്വരനെ പണമായിട്ട് കരുതുമ്പോ ആർത്തിയായിട്ട് മാറുന്നു, ഈശ്വരനെ മകനായിട്ട് കരുതുമ്പോ പാശമായിട്ട് മാറുന്നു, ഈശ്വരനെ സ്ത്രീയായിട്ടോ പുരുഷനായിട്ടോ കരുതുമ്പോ കാമമായിട്ട് മാറുന്നു, ഈശ്വരനെ അന്യനായിട്ട് കരുതുമ്പോ ചിലപ്പോൾ അസൂയയായിട്ട് മാറുന്നു, ചിലപ്പോൾ ദ്വേഷമായിട്ട് മാറുന്നു, കോപമായിട്ട് മാറുന്നു. ഇതൊക്കെ തന്നെ ഈശ്വരനാണ് എന്ന് പറയുമ്പോൾ ഈ വികാരങ്ങളൊക്കെ എടുത്തിട്ട് പിന്നെ വേറെ. അപ്പോ ആ ഭഗവാൻ നമ്മളുടെ അടുത്തേക്ക് ആകർഷിക്കുമ്പോ ഈ ജീവന്റെ ഉള്ളിൽ ഒരു ഭാവന ഉണ്ടാവും. ഈ ഭാവനകളൊക്കെ മാറാൻ ഒരു വഴിയേ ഉള്ളൂ, ഒരു ഭാവന ഉണ്ടാവും. ഭഗവാൻ തന്നെ ഗീതയിൽ പറയണു, അനുഗ്രഹം ഉണ്ടാവുമ്പോ ഭാവന ഉണ്ടാവുന്നു. നാസ്തി ബുദ്ധി അയുക്തസ്യ നച അയുക്തസ്യ ഭാവന നച അഭാവയത ശാന്തി അശാന്തസ്യ കുതസ്തുകം. വിപരീത എക്സാമ്പിളാണ് പറഞ്ഞത്. അത് തിരിച്ചിട്ടാല് ഭഗവാൻ പറഞ്ഞത്, യുക്തനായിട്ടുള്ളവൻ കർമ്മയോഗിയായിട്ടുള്ളവന്റെ ഉള്ളില് ഭാവന ഉണ്ടാവും. എന്നുവെച്ചാൽ ഈശ്വരൻ നമ്മളെ എവിടെ ജീവിപ്പിച്ചിരിക്കണോ, ഏത് നിയതി തന്നിരിക്കണോ അതിനകത്ത് എന്തൊക്കെ ഈ കരിമ്പ് മെഷീനിൽ കടന്ന് ചുറ്റിക്കൊണ്ടിരുന്ന് നിസ്സംഗമായിട്ട് നിഷ്കാമ്യമായിട്ട് ഇരുന്നു കൊണ്ടിരുന്നാൽ പതുക്കെ പതുക്കെ ചിത്തം ശുദ്ധമാവുമ്പോ ഭാവന ഉണ്ടാവും. ഭാവന എന്താന്ന് വെച്ചാൽ ഭക്തിയാണ് ഭാവന. അതായത് ജ്ഞാനം കണ്ണാണ്, ഈ ഭക്തി ഭാവനയാണ്. ഭാവനയ്ക്കൊരു ഉദാഹരണം പറഞ്ഞാൽ, ഈ ചില പക്ഷികളൊക്കെ തന്നെ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് കൂവാൻ തുടങ്ങും. രവീന്ദ്രനാഥ് ടാഗോർ അത് എക്സാമ്പിൾ പറയുന്നുണ്ട്. ചില പക്ഷികളൊക്കെ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് ചലച്ചു തുടങ്ങും. സൂര്യൻ ഉദിക്കുന്നതിന് കുറെ മുമ്പ്. എങ്ങനെയാന്ന് വെച്ചാൽ അതിന് പറയുന്നത് ദേ ക്യാൻ ഫീൽ ലൈറ്റ് എന്നാണ്. ദേ കനോട്ട് സീ ലൈറ്റ്, ബട്ട് ദേ ക്യാൻ ഫീൽ സ്മെൽ ലൈറ്റ്. അതുപോലെയാണല്ലോ ഭക്തി. ഭഗവാനെ കണ്ടിട്ടില്ല, പക്ഷെ കാരണമില്ലാതൊരു പ്രേമം, കാരണമില്ലാതൊരു ഭാവം, അത് ഭാവനയാണ്. ആ ഭാവന ഭവിതുഹു ഭവനാനുകൂല വ്യാപാര വിശേഷ എന്നാണ് മീമാംസകന്മാർ പറഞ്ഞത്. വരാൻ പോകുന്നത് ഇവരിവിടുന്ന് ഭാവന ചെയ്തു. ഭാവനയെ ആദ്യം കൊടുത്തിട്ടാണ് വസ്തുവിനെ പ്രകാശിപ്പിക്കുന്നത്. പലർക്കും ഗുരു വരുന്നതിന് മുമ്പ് തന്നെ ഗുരുവിന്റെ ഒരു ഭാവനയുടെ ബീജം അവരുടെ ഉള്ളിൽ കിടക്കും. അതുകൊണ്ടാണ് ഗുരുവിനെ കാണുമ്പോൾ തന്നെ റെക്കഗ്നിഷൻ ഉണ്ടാവുന്നത്. ഗുരു വരുന്നതിന് മുമ്പ് തന്നെ ആ ഭാവനയുടെ ബീജം അകമേക്ക് കിടക്കും. അപ്പോ ഇതൊക്കെ തന്നെ മത്തയേവ പൃഥഗ്വിതാഹ, എല്ലാം ആത്മാവിൽ നിന്ന് തന്നെ, അന്തര്യാമിയിൽ നിന്ന് തന്നെ, ഭഗവാനിൽ നിന്ന് തന്നെ ഉണ്ടാവുന്നു. ആ ഭഗവാനിൽ നിന്ന് തന്നെ പൂർണ്ണപുരുഷന്മാരൊക്കെ ഉണ്ടാവണം. അതാണ് നമ്മൾ വീണ്ടും നോക്കൂ, മഹർഷയ സപ്ത പൂർവേ ചത്വാരോ മനവസ്തഥാ
മദ്ഭാവാ മാനസാ ജാതാഃ യേഷാം ലോക ഇമാഃ പ്രജാഃ. മഹർഷയഃ സപ്ത പൂർവേ ചത്വാരോ മനവഃ മദ്ഭാവാ മാനസാ ജാതാഃ യേഷാം ലോക ഇമാഃ പ്രജാഃ. ഭഗവാനിൽ നിന്നുമാണ് സപ്തഋഷികളും മനുക്കളും ഒക്കെ ഉണ്ടായിട്ടുള്ളത്. പൂർവമനുക്കളും ഒക്കെ ഉണ്ടായിട്ടുള്ളത്. സപ്തഋഷികള് ഭൃഗു, മരീചി, അത്രി, പുലഹൻ, പുലസ്ത്യൻ, ക്രതു, വസിഷ്ഠൻ. അത്രി, ഭൃഗു, കുത്സ, വസിഷ്ഠ, ഗൗതമ, കശ്യപ, അംഗീരസ എന്ന് വേറൊരു പേരിൽ പറയണം. ഇതൊക്കെ തന്നെ ഭൂഹു, ഭുവഹ, സുവഹ, മഹഹ, ജനഹ, തപഹ, സത്യം എന്നുള്ള സപ്തവ്യാഹൃതികൾക്കും അഗ്നി, വായു, അർക്ക, വാഗീശ, വരുണ, ഇന്ദ്ര, വിശ്വേ ദേവാഹ എന്നുള്ള 7 ദേവതകളായിട്ടും ഇതിന് സപ്തഋഷികളായിട്ടും ഒക്കെ സന്ധ്യാവന്തനത്തിൽ ഉപയോഗിക്കുന്ന കാര്യങ്ങളാണ്. ഓരോന്നിനും ഓരോ വ്യാഹൃതിക്ക് ഒരു ഋഷിയും. അത് ചിലപ്പോൾ കണക്ഷനെ അറിയില്ല. എത്രയോ കാലം സന്ധ്യാവന്തനം കഴിഞ്ഞിട്ടാണ് ഇതിന് വല്ല സംബന്ധം ഉണ്ടെന്ന് മനസ്സിലാവണം. അത്രി, ഭൃഗു, കുത്സ, വസിഷ്ഠ, ഗൗതമ, കശ്യപ, അംഗിരസ, ഋഷയ. അതുപോലെ ഓരോന്നിനും ഛന്ദസ്. ഗായത്രി, ഉഷ്ണിക്, അനുഷ്ടു, ബൃഹതി, പങ്ക്തി, തൃഷ്ടു, ജഗത്യാഹ, ഛന്ദാംസി. ഇതൊക്കെ വൈദിക കാര്യങ്ങൾ. അതൊന്നും ആവശ്യമില്ല ഇപ്പം നമുക്ക്. അപ്പോ ഈ സപ്തഋഷികള്, 7 ഋഷികള്, അതുപോലെ മനുക്കള്, പൂർവമനുക്കൾ എന്ന് പറഞ്ഞാൽ മുമ്പിലുള്ള പൂർവേ സപ്തഋഷയ അവർക്ക് മുമ്പുള്ള സപ്തഋഷികൾക്ക് മുമ്പുള്ള 4 പേർ എന്ന് പദച്ഛേദം ചെയ്തെടുത്താൽ സനകൻ, സനന്ദനൻ, സനാതനൻ, സനത്കുമാരൻ എന്നുള്ള ബ്രഹ്മകുമാരന്മാർ. പൂർവേ ചത്വാര. പിന്നെ ഈ 14 മനുക്കള് എന്ന് വേറെ എടുക്കണം. പിന്നെയുള്ള മനുക്കളെ വേറെ എടുക്കണം. പിന്നെയുള്ള മനുക്കളെ എടുത്താൽ ഉത്തമൻ, താമസൻ, സൂര്യൻ, സ്വായംഭുവൻ, സ്വാരോചിഷൻ, രൈവതൻ, ചാക്ഷുഷൻ, ബോച്യൻ, രോച്യൻ, വൈവസ്വതൻ, ബ്രഹ്മാവ്, ദക്ഷൻ, ധർമ്മ, രുദ്രൻ എന്നിവരാണ് 14 മനുക്കൾ. വൈവസ്വത മന്വന്തരമാണിപ്പോ. അങ്ങനെ എടുക്കാം. അപ്പൊ 14 മനുക്കള്, 7 ഋഷികള്, അതിനു മുമ്പുള്ള 4 ബ്രഹ്മകുമാരന്മാര്, ഇവരൊക്കെ എവിടുന്ന് മദ്ഭാവ മാനസാജാത. ഇതൊക്കെ തന്നെ മാധ്വന്മാരും വലിയ സിദ്ധാന്തമാണ് അവർക്ക്. ഇവരൊക്കെ നിത്യസൂരികളാണ്. അവർ പറയണത് 5 ഭേദങ്ങൾ എപ്പോഴുണ്ടാവുന്നതാണ്. ജീവനും ഈശ്വരനുമുള്ള ഭേദം, ജീവനും ജീവനുള്ള ഭേദം, ജഡത്തിനും ചൈതന്യത്തിനുമുള്ള ഭേദം, പിന്നെന്താ ജഡത്തിനും ജഡത്തിനുള്ള ഭേദം, നിത്യസൂരികൾ, നിത്യബദ്ധന്മാര്, നിത്യമുക്തന്മാർ എന്നുള്ള ഭേദം എന്നും പറയുമവർ പിന്നീട് വേറൊരു കാറ്റഗറി ആയിട്ട്. ഈ ഭേദം ഇപ്പൊ അവർ പറയുമെന്ന് വേണ്ട, നമുക്ക് തന്നെ അറിയാം അല്ലേ, പ്രകൃതിയിലുള്ളതാണത്. ആ ഭേദം ഒരു ഡയമെൻഷനാണ്. അവർ പറയണത് ഒരു ഡയമെൻഷനിലുള്ള സത്യമാണ്. അവർ പറയണ ഈ സ്പീഷി, ഈ ബീജം ഉണ്ടല്ലോ എപ്പോഴും ഒരേപോലെ ഉണ്ടാവുന്നു. ഇത്രയോ 86 ലക്ഷം യോനികൾ എന്ന് പറഞ്ഞാൽ ആ യോനികളൊക്കെ എപ്പോഴും ഉണ്ടാവും. അതൊരിക്കലും ഈ സ്ഥൂല രൂപമേ നശിച്ചു പോവുള്ളൂ എന്നല്ലാതെ അതിന്റെ സൂക്ഷ്മരൂപമായ ബീജമുണ്ടല്ലോ അജമാണ്, നിത്യമാണ്, അതവിടെ കിടക്കും. അത് ഒരു ഡയമെൻഷനിൽ അതും ഈശ്വരൻ തന്നെയാണ് എല്ലാ രൂപത്തിലും. അദ്വൈതം എന്ന് പറയണത് ഭേദം മുഴുവൻ ഉള്ളടക്കിയിരിക്കുന്നു അതിനകത്ത്. അപ്പൊ ഈ സപ്തഋഷികളും മനുക്കളും എല്ലാവരും ഭഗവാന്റെ തന്നെ സ്വരൂപമാണ്. അവരൊക്കെ എല്ലാ കാലത്തുള്ളവരാണ്. നമ്മുടെ ഭഗവാന്റെ അടുത്ത് ചോദിച്ചു, ഭഗവാൻ ഇവരൊക്കെ ഉണ്ടോ? നിങ്ങളൊക്കെ ഉണ്ടാവുമെങ്കിൽ പിന്നെ അവരുണ്ടാവാൻ എന്താ ബുദ്ധിമുട്ട്? നമ്മൾക്കാർക്കും നമ്മളുണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമേ ഇല്ല. മനുക്കളുണ്ടോ, മഹർഷികളുണ്ടോ, ദേവന്മാരുണ്ടോ എന്നുള്ളതാണ് സംശയം അല്ലേ. സിമ്പിൾ ലോജിക്ക്. ഇങ്ങനെയൊക്കെ ആളുകൾ ഉണ്ടാവാൻ അങ്ങനെ എന്തുകൊണ്ട് ഉണ്ടാവാൻ പാടില്ല? ഇതേ നാളെ സയന്റിസ്റ്റ് ആരെങ്കിലും പറഞ്ഞാൽ നമ്മൾ വിശ്വസിക്കും. എന്തോ ഒരു ടെലസ്കോപ്പ് വെച്ച് നോക്കി
എന്തെങ്കിലും വിഡ്ഢിത്തം വിളമ്പിയാൽ അതൊക്കെ വിശ്വസിക്കും. ഇത്ര കാലം 9 ഗ്രഹങ്ങളെന്ന് പഠിച്ചുകൊണ്ടിരുന്നു, ഇപ്പൊ പറഞ്ഞു 9 ഇല്ല, ഒരു ഗ്രഹം കാണാനില്ല. എന്നൊന്ന് ആലോചിച്ച് നോക്കൂ. ഒരു പ്ലാനറ്റ് എന്തോ വീട്ടിൽ വെച്ച നെല്ലിക്ക കാണാനില്ല, കടുകുമാങ്ങ കാണാനില്ല എന്നൊക്കെ പറഞ്ഞ പോലെയാണ് ഒരു ഗ്രഹം കാണാനില്ല എന്ന് പറയുന്നത്. എന്നിട്ട് ഒരു ശബ്ദമില്ല. നമ്മൾ പഠിച്ച് പരീക്ഷ എഴുതിയതൊക്കെ ഇപ്പൊ എവിടെ പോയി? ആര് മാർക്ക് തരും? എന്നിട്ടിപ്പോ പറയണത് അത് ഉണ്ടെന്നും പറയാം, ഇല്ലാന്നും പറയാം, അത് ഗ്രഹമല്ല. ഇപ്പൊ ഇവരുടെ അറിവിന് എന്ത് പെർഫെക്ഷനാ ഉള്ളത്? ഇപ്പൊ ഇതാ ഒരു 18 മാസം യാത്ര പുറപ്പെടാൻ പോവാണ്. കുറെ പേര് ഗംഭീരമായിട്ട് ബുക്ക് ചെയ്തിട്ട് ഇരിക്കുകയാണ് ചൊവ്വയിലേക്ക്. നിങ്ങൾ കേട്ടിട്ടുണ്ടോന്നറിയില്ല, 18 മാസം യാത്ര ഇവിടുന്ന് ചൊവ്വ ഗ്രഹത്തിലേക്ക് അയക്കാൻ പോവാത്രേ. ഈ അയക്കണവരാരും പോയിട്ടൊന്നുമില്ല, അവര് പോവില്ല. അവരിവിടെ പൈസയൊക്കെ വാങ്ങി ബാങ്കിലിട്ടിട്ട് ഏതോ ഒരു പെട്ടിയിൽ കയറ്റി മുകളിലേക്ക് അയക്കാൻ പോണു. അതിന് ട്രെയിനിങ് ഒക്കെ കൊടുക്കാൻ പോണു അത്ര. ഇവരവിടെ പോയിട്ട് ചൊവ്വയിൽ പോയി താമസം ഉറപ്പിക്കാൻ പോണു. തിരിച്ചൊന്നും കൂട്ടിക്കൊണ്ടുവരില്ല, 1 വേ ട്രിപ്പ്. എത്ര പേര് നിങ്ങൾ ഈ വാർത്ത കേട്ടിട്ടുണ്ടോന്നറിയാം. അങ്ങനെ ഒരു തമാശ അതിനും കേരളത്തിലുള്ള കുറച്ച് പേര് ബുക്ക് ചെയ്തിട്ടുണ്ടെന്നുള്ള അഭിമാനം. അപകടം മനസ്സിലായിട്ടില്ല. ഇത് നല്ല ബുക്കിംഗ് ആണ്. എന്താന്ന് വെച്ചാൽ ഇപ്പൊ ഒരു ഉത്സാഹത്തിനൊക്കെ ബുക്ക് ചെയ്ത് വെച്ചു. പിന്നെ വാസ്തവത്തിൽ കൂട്ടിക്കൊണ്ടുപോവുമെങ്കിൽ ഇനി 5-6 വർഷം 8 വർഷം ഉണ്ടെന്ന് തോന്നുന്നു. അതിൻ്റെ ഉള്ളിൽ തന്നെ അവര് ചൊവ്വയും കടന്നു പോയി കളയും. ടെൻഷൻ കാരണം പേടിച്ചിട്ട് പുറപ്പെടണേ, തിരിച്ചൊന്നും വരില്ലേ. അപ്പോ ഇതിപ്പോ അവരാരെങ്കിലും കേട്ടാൽ തന്നെ അവർക്ക് ടെൻഷനാവും നമ്മൾ പറയണ കാര്യം. ഇതിലൊക്കെയാണ് മനുഷ്യന് ഉത്സാഹം. ഇതിലൊക്കെയാണ് ഉത്സാഹം. എവിടെയെങ്കിലും പുറത്തു കൊണ്ടുപോയി ഇറക്കി വിട്ടാലും ആർക്കും അറിയില്ലല്ലോ. ഇതിലൊക്കെയാണ് ഉത്സാഹം മനുഷ്യന്. അതൊക്കെ നമുക്ക് വിശ്വാസം വരും. എത്ര ദിവ്യമാണ് ഈ ഭാവം നോക്കൂ. ഭഗവാൻ എന്ന് ആദ്യമായി മഹർഷികള് സനകൻ, സനന്ദനൻ, സനത്കുമാരനൊക്കെ ഉണ്ടായി, രുദ്രൻ ഉണ്ടായി, ബ്രഹ്മാവുണ്ടായി. ഫോർമൽ ക്രിയേഷൻ ഈസ് പ്യുവർ ഇന്റലിജൻസ് എന്ന് പറയുമ്പോ അത് അശാസ്ത്രീയം. നമ്മൾ പറയണത് എന്തായാലും നമ്മളുടെ മുത്തച്ഛൻ കുരങ്ങനായിരിക്കണം എന്ന് അത്ര ഒരു നിർബന്ധം. എന്തൊരു സന്തോഷം അത് പറയുമ്പോ. നമ്മൾക്ക് മുമ്പുള്ളവരൊക്കെ വിഡ്ഢികളാണെന്നാണ്, നമ്മളാണ് ഇപ്പൊ ഏറ്റവും സിവിലൈസ്ഡ്. അതാണ് ഈ സമൂഹം ഇങ്ങനെ തലകീഴായിട്ട് ഒന്നിനൊരു ത്യാഗമില്ല, സത്യമില്ല, ദയയില്ല, കാരുണ്യമില്ല, മനുഷ്യന് ശാന്തമായിട്ടിരിക്കണതില്ല. ഒക്കെ ജപ്പടി വിത്തൈ കട്ടു ഇപ്പടി മയക്കുവിട്ട് ഉരുപ്പെടും വിത്തൈ കാട്ടറും ഒക്കെ ഇന്ദ്രജാലം. എന്തൊക്കെയോ വാഹനങ്ങൾ സർവത്ര. ഇപ്പൊ ഞങ്ങളുടെ പാലക്കാടൊക്കെ തന്നെ ഇപ്പോഴാണ് അന്വർത്ഥനാമാവായിരിക്കുന്നത്. പാലക്കാട് മുഴുവൻ പാലാണ്. എവിടെ നോക്കിയാലും പാലം കെട്ടുകയാണ്, നടക്കാൻ സ്ഥലമില്ല. ഇപ്പൊ പാലങ്ങളുടെ കാടായിരിക്കുകയാണ് ഞങ്ങളുടെ പാലക്കാട്. നമ്മൾ പുരോഗമിച്ച് മനുഷ്യൻ ഇപ്പൊ നാളെ നിങ്ങൾ ശ്വാസം വിടണമെങ്കിൽ ഒരു ആധാർ കാർഡ് എടുക്കേണ്ടി വരും. ഗവൺമെന്റിന്റെ അടുത്ത് ചോദിച്ചിട്ട് വേണം നിങ്ങൾ ശ്വാസം വിടാൻ. നിങ്ങളുടെ വീട്ടിൽ ഇപ്പൊ ഒരു മരം മുറിക്കാൻ പറ്റില്ല, ഒരു തുളസി വെക്കാൻ പറ്റില്ല, അല്ലേ? ഈ സ്ഥിതിയിലേക്കാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ സിവിലൈസേഷൻ കൾച്ചർ. മനുഷ്യന് വിശ്വാസമില്ല. നിങ്ങളൊരു കടലാസ് കാണിക്കുമെന്നാ പറയണത്. ഞങ്ങൾ പറയണു നിങ്ങൾ തത്വമസി ബ്രഹ്മമാണെന്ന് പറയണു. എയർപോർട്ടിൽ പോയാൽ അയാൾ ആദ്യം തന്നെ പറയണത് നീ തീവ്രവാദിയാണ്. അല്ലാന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ ഒരു പേപ്പർ കാണിക്കുമെന്നാണ്. പേപ്പറിലാണ് വിശ്വാസം. മനുഷ്യന് ആദ്യം നമ്മൾ വിശ്വസിക്കാൻ തുടങ്ങിയാൽ, ട്രസ്റ്റ് വിശ്വസിക്കാൻ തുടങ്ങിയാൽ തനിയെ നന്മ വരും. അതിൽ കുറെ എറേഴ്സൊക്കെ ഉണ്ടാവും. ചിലരൊക്കെ പറ്റിക്കുമായിരിക്കും, അതല്ലെങ്കിലും പറ്റിക്കും. ഇതറിയാനുള്ള കോമൺ സെൻസ് മതി. ഇത്രയൊന്നും ജീവിതം കോംപ്ലക്സ് ആക്കേണ്ട ആവശ്യമില്ല. കടലാസും ഈ ഒരു വിവരവും ഇല്ലാത്ത ഓഫീസറുടെ മുമ്പിൽ പോയി കൈകെട്ടി നിന്ന് അയാളോട് ചോദിച്ച് വാങ്ങിച്ച് എന്ത് വിഷമം. തിരുവണ്ണാമലയിൽ ഇപ്പോ സാമിയാർമാർക്കൊക്കെ അവിടെയുള്ള ആണ്ടികൾക്കൊക്കെ
ആധാർ കാർഡ് കൊടുത്തു. കൂട്ടമായിട്ട് എല്ലാവരെയും ബസ്സിൽ കൂട്ടിക്കൊണ്ടുപോയി ഒക്കെ കൊടുത്തു. ഇതൊക്കെ എന്തിനാന്ന് വെച്ചാൽ കള്ളന്മാരുണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. കള്ളന്മാരെ ഇങ്ങനെയൊക്കെ ഇല്ലാതാക്കാൻ പറ്റുമോ എന്ന് ആലോചിച്ച് നോക്കൂ. അവരാണ് ആദ്യം ഇതൊക്കെ എടുത്ത് സേഫായിട്ട് വെക്കുക. നമ്മളെ പോലുള്ള ഒരു ബുദ്ധിമുട്ടും. വിശ്വസിക്കണം. എല്ലാവരുടെ ഉള്ളിൽ ഹൃദയത്തിലും ഭഗവാനുണ്ട്. വിശ്വസിച്ചിട്ട് പറ്റിക്കപ്പെട്ടാൽ കുഴപ്പമൊന്നുമില്ല. കുറച്ച് പറ്റിക്കപ്പെടാലോ. അത് അല്ലെങ്കിലും നമ്മൾ പറ്റിക്കപ്പെടും. അങ്ങനെ പറ്റിക്കണവരെങ്ങനെയാണെങ്കിലും പറ്റിക്കും. വിശ്വസിക്കാം. സനാതന ധർമ്മം എന്ന് പറയുന്നത് മനുഷ്യന്റെ അടുത്തുള്ള വിശ്വാസം മാത്രമാണ്, ശ്രദ്ധ മാത്രമാണ്. ഹൃദയത്തിൽ അന്തര്യാമിയായ ഭഗവാനുണ്ട് എന്ന് സ്വീകരിക്കാം. ആൻഡ് ഇറ്റ് ക്യാൻ വർക്ക് മിറാക്കിൾസ്. എല്ലാം ഭഗവാന്റെ അടുത്ത് നിന്നാണ് വരുന്നത്. സൃഷ്ടി ഭഗവാന്റെ അടുത്ത് നിന്നാണ് വന്നിരിക്കുന്നത്. ജഡത്തുനിന്നല്ല, ചൈതന്യത്തിൽ നിന്നാണ് സൃഷ്ടി. സൂത്രഭാഷ്യം മുഴുവൻ ആചാര്യസ്വാമി സിദ്ധാന്തിക്കുന്നത് അത് മാത്രമാണ്. എല്ലാം ബ്രഹ്മത്തിൽ സമന്വയിപ്പിക്കുകയാണ്. തത്തു സമന്വയാത്. എല്ലാം ബ്രഹ്മത്തിൽ സമന്വയിപ്പിക്കുകയാണ്. എല്ലാം അവിടുന്നാണ് സൃഷ്ടി. ക്രിയേഷൻ ജഡത്തിൽ നിന്ന്, മാറ്ററിൽ നിന്നല്ല. ഇറ്റ് ഈസ് ഫ്രം കോൺഷ്യസ്നെസ്. ഈശ്വരൻ എവിടുന്ന് അമ്മ വന്നു, അച്ഛൻ വന്നു, അല്ലേ? ഒരു കുട്ടി ജനിച്ച ഉടനെ ഒന്ന് ആലോചിച്ച് നോക്കൂ. സ്വാർത്ഥയായ ഒരു സ്ത്രീ ആ കുട്ടിക്ക് വേണ്ടി ഇത്രയൊക്കെ ത്യാഗം ചെയ്യും, ഒക്കെ ചെയ്ത് വളർത്താൻ ശ്രമിക്കണം. അവരുടേതല്ല അത്. അവരുടെ ഉള്ളിലേക്ക് ആ സമയത്ത് ആ ഒരു പാശം വരികയാണ്. ഇപ്പൊ മൃഗങ്ങളിലതുണ്ട്. മൃഗങ്ങൾക്ക് മനസ്സില്ലാത്തത് കൊണ്ട് എന്താ, ആ കുട്ടി വളരണ വരെ ഈശ്വരൻ ആ പാശം വെച്ചിട്ട് എടുത്തു കളയണം. പിന്നെ അത് റെക്കഗ്നൈസ് ചെയ്യാതെ അത് ഓടിച്ചു വിട്ടു. മനുഷ്യനിൽ ആ പാശമുണ്ട്, പക്ഷെ മനസ്സുള്ളത് കൊണ്ട് യു രജിസ്റ്റർ ഇറ്റ്. എന്റെ മകൻ എന്നുള്ളത് എത്ര വയസ്സായാലും മകനായിട്ട് നിൽക്കും. അത് ഈശ്വരൻ വരുന്നതാണ്. ഭാവാഹ മത്തയേവ്. ആ ഭാവം വ്യക്തിയുടെ ഒന്നുമല്ല, അന്തര്യാമിയുടെയാണ്, ഹൃദയത്തിൽ നിന്നാണ് വരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഈശ്വരൻ എന്ന് പറയുന്നത് ഇലക്ട്രിസിറ്റി പോലൊരു സാധനമല്ല. അത് അമ്മയാണ്, അച്ഛനാണ്, മകനാണ്, ബന്ധുവാണ്, സുഹൃതം സർവഭൂതാനാം ജ്ഞാത്വാമാം ശാന്തിമൃച്ഛതി. സുഹൃത്താണ്, കാരുണ്യമാണ്. കാരണം അതൊക്കെ നമ്മൾ ഈ സോഴ്സിൽ കാണുന്നുണ്ട്, മാനിഫെസ്റ്റ് കാണുന്നുണ്ട്, ക്രിയേഷനിൽ കാണുന്നുണ്ട്. ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ കാണുന്നുണ്ട് ഈശ്വരൻ എന്താണെന്ന്. ആ സ്ത്രീയിൽ കാണാം, ഒരു കുരങ്ങിൽ കാണാം, ഒരു പൂച്ചയിൽ കാണാം, ഒരു നായിൽ കാണാം. ഒരു നായെ പെറ്റ് കഴിഞ്ഞാൽ നോക്കുക, അടുത്തു പോകാൻ സമ്മതിക്കില്ല. ആ കുട്ടിയുടെ പ്രൊട്ടക്ഷൻ ഈശ്വരനാണ്. അതേ വളർന്നു കഴിഞ്ഞാൽ അത് പോയി. മത്തയേവ പൃഥഗ്വിധാഹ. പല വിധത്തിൽ മാനിഫെസ്റ്റായി സർവേശ്വരൻ പ്രപഞ്ചത്തില് അങ്ങനെ എല്ലാമായിട്ട് നിൽക്കുന്നത് നമുക്ക് പ്രത്യക്ഷമായിട്ട്. വിശ്വം ഇതം ഹി വിശ്വം ഭഗവാൻ ഇവേതരോ യതോ ജഗത്സ്ഥാന നിരോധ സംഭവാഃ തദ്ധി സ്വയം വേദ ഭവാൻ തഥാപി വൈ പ്രാദേശമാത്രം ഭവതഃ പ്രദർശിതം. ഭാഗവതത്തില് വ്യാസന്റെ അടുത്ത് നാരദൻ പറഞ്ഞതാണ്, ഇതം ഹി വിശ്വം ഭഗവാൻ ഇതരഹ ഇവ ഭാതി. ഇത് ഭഗവാൻ തന്നെയാണ്, അല്ലാത്ത പോലെ തോന്നണു. ഏതിലാണോ ജഗത് സ്ഥാന നിരോധ സംഭവാഹ, ഉദ്ഭവം സ്ഥിതി നിരോധമൊക്കെ ഏതിൽ സംഭവിക്കണമോ അതിനെ അറിയാം. അറിഞ്ഞാൽ മത്തയേവ. അപ്പോ സപ്തഋഷികളും സനത്കുമാരാദികളും മനുക്കളും ഒക്കെ തന്നെ ഭഗവാൻ പറഞ്ഞു, എന്നിൽ നിന്നാണ് ഹേ അർജുന ഉണ്ടാവണത്. അങ്ങനെ എന്നെ അറിഞ്ഞാൽ എന്താ പ്രയോജനം? എല്ലാം ഭഗവാനിൽ ഉണ്ടാവണം, ഭഗവാനിൽ നിൽക്കണം, ഭഗവാൻ ലയിക്കുന്നു. അപ്പൊ 3 കാലത്തിലും ഭഗവാനേ ഉള്ളൂ എന്നറിയുമ്പോ കണ്ണടച്ചും കണ്ണു തുറന്നുമൊക്കെ യോഗസ്ഥിതി, സമാധിസ്ഥിതിയാണ്. അവികമ്പയോഗം നമ്മളിനി വൈകുന്നേരം കാണാം. ഈ അധ്യായത്തില്, ഈ ചാപ്റ്ററില് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഭാഗമാണത്. അവികമ്പയോഗം, വികമ്പനമില്ലാത്ത യോഗം. വേദാന്തത്തിൽ സഹജ നിർവികൽപ്പ സമാധി എന്നൊക്കെ പറയുന്നത് ജ്ഞാനത്തിന്റെ സ്വഭാവമാണത്. അതൊരു സ്റ്റേറ്റ് അല്ല, ജ്ഞാനം തന്നെയാണ്. അത് നമ്മുടെ വൈകുന്നേരത്തെ പ്രഭാഷണത്തിൽ കാണാം.
ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ.